ഹായ് ഓൾ. അപ്പൊ നമ്മള് ഇന്നത്തെ ഒരു സെക്ഷൻ നമ്മളിപ്പോ ഇന്ന് വന്നിട്ടുള്ളത് ജൂനിയർ ഇൻസ്ട്രക്ടർ എന്ന് പറയുന്ന പുതിയൊരു നോട്ടിഫിക്കേഷൻ നമുക്ക് വന്നിട്ടുണ്ട്. ആ നോട്ടിഫിക്കേഷൻ പ്രകാരം നിങ്ങൾ ഓൾറെഡി ആ ഒരു നോട്ടിഫിക്കേഷൻ എന്താ ജൂനിയർ ഇൻസ്ട്രക്ടർ കണ്ടിട്ടുണ്ടായിരിക്കും, നോട്ടിഫിക്കേഷൻ കണ്ടിട്ടുണ്ടായിരിക്കും, ഓൾറെഡി ചിലവർ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലെ. അപ്പൊ ജൂനിയർ ഇൻസ്ട്രക്ടർ എന്ന് പറയുന്ന പോസ്റ്റും ആ ഒരു പോസ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അതുപോലെ എങ്ങനെ അത് പഠിക്കണം, എന്താണ് ആ ജൂനിയർ ഇൻസ്ട്രക്ടർ എന്ന പോസ്റ്റ്, ഏതൊക്കെയാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അതായത് നമുക്ക് എന്ന് പറയുമ്പോൾ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ടുള്ള ബിടെക്, ITI, അതുപോലെ തന്നെ ഡിപ്ലോമ കഴിഞ്ഞിട്ടുള്ളവർക്ക് ഏതൊക്കെ പോസ്റ്റിലേക്ക് ജൂനിയർ ഇൻസ്ട്രക്ടറിന്റെ ഒരുപാട് പോസ്റ്റുകൾ വിളിച്ചിട്ടുണ്ട്, അതിൽ ഏതൊക്കെ പോസ്റ്റിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്കൊരു വെബിനാറാണ്, ഡിസ്കഷൻ ആണ്. നമുക്ക് എങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം. അപ്പോൾ ഞാനിത് പൊതുവെ നമ്മളൊരു വെബിനാർ എന്നുള്ള രീതിയിൽ നമുക്ക് എങ്ങനെ ഡൗട്ടും കാര്യങ്ങളും ക്ലിയർ ചെയ്തിട്ട് നമുക്ക് പോകാം. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഈ ജൂനിയർ ഇൻസ്ട്രക്ടറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വാളിഫിക്കേഷൻ, അതിന്റെ സിലബസുകൾ എങ്ങനെയൊക്കെ ആയിരിക്കും വരുന്നത്, പിന്നെ എന്താണ് അതിന്റെ ഒരു വർക്കിന്റെ നേച്ചർ എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. അതിന്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് ഡൗട്ടുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചോദിക്കാം, ചോദിച്ചിട്ട് നമുക്ക് ക്ലിയർ ചെയ്ത് പോകാം കേട്ടോ. ഒരു വെബിനാർ എന്ന് പറയുമ്പോൾ അങ്ങനെയാണ്. ഞാൻ വെറുതെ ഞാൻ പറയുന്നത് മാത്രമായിട്ട് നോക്കി നിൽക്കണ്ട. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് ചോദിക്കാം. നമുക്ക് ITയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഞാനിപ്പോൾ ഒരു പ്രൈവറ്റ് ITയിൽ വർക്ക് ചെയ്യുന്ന ഒരു ഇൻസ്ട്രക്ടറാണ്. അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പൊ ITയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളോ അതേ ജൂനിയർ ഇൻസ്ട്രക്ടറുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആ ജോബുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കേട്ടോ, അതുപോലെ തന്നെ PSCയുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഞാൻ എല്ലാ ഇതിലും നല്ല നമുക്ക് അറിയുന്ന കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ഷെയർ ചെയ്ത് പോകാം. അപ്പൊ ജൂനിയർ ഇൻസ്ട്രക്ടർ എന്ന് പറഞ്ഞു അല്ലെ. ഈ ജൂനിയർ ഇൻസ്ട്രക്ടർ എന്ന് പറയുന്ന പോസ്റ്റ് ശരിക്കും ഒരു ടീച്ചിങ് പോസ്റ്റ് ആണ്. നമുക്കറിയാലോ, ടീച്ചിങ് പോസ്റ്റ് ആയിരിക്കും. നിങ്ങളൊക്കെ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരിക്കും, അപ്ലൈ ചെയ്തവരുണ്ടായിരിക്കും, ഓൾറെഡി അറിയുന്നതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ITയിലൊക്കെ വർക്ക് ചെയ്യുന്നതുകൊണ്ടുണ്ടായിരിക്കും. ഒരു ടീച്ചിങ് പോസ്റ്റ് ആണ്. ടീച്ചിങ് പോസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെയാണ്, ITI എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്, ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ടീച്ചിങ് പോസ്റ്റ് ആണ് ജൂനിയർ ഇൻസ്ട്രക്ടർ എന്ന് പറയുന്നത്. അത് കേരളത്തിൽ വരുമ്പോൾ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു കേന്ദ്ര ഗവൺമെന്റ് ഇതായിട്ടുള്ളതാണ്. ഇപ്പൊ ITI കോഴ്സുകളൊക്കെ എന്ന് പറയുന്നത് എന്താണ്, ശരിക്കും കേന്ദ്ര ഗവൺമെന്റ് കോഴ്സാണ്. നമുക്ക് അറിയുന്നുണ്ടായിരിക്കും. അതിന്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ വിതരണം ചെയ്യുന്നതും അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ഏജൻസി എന്നൊക്കെ പറയുന്നത് NCVT ആണ് അല്ലെ, നാഷണൽ കൗൺസിൽ ഫോർ വൊക്കേഷണൽ ട്രെയിനിങ് എന്ന് പറയുന്ന NCVT ആണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു സർട്ടിഫിക്കറ്റ് ITയുടെ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്. അപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് ആണ് എന്ത് ചെയ്യുന്നത്, ഇതിന്റെ സിലബസ് ഉണ്ടാക്കുന്നതും അതുപോലെ ഇതിന്റെ ബാക്കിയുള്ള നടത്തിപ്പും കാര്യങ്ങളൊക്കെ നോക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് ആണ്. അതിൽ നമുക്ക് ഇവിടെ വരുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. ആ ഡിപ്പാർട്ട്മെന്റിലാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഇപ്പൊ ജോബ് ലഭിക്കാൻ പോകുന്നത് അല്ലെ, ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെന്റിൽ. അപ്പൊ കേരള സ്റ്റേറ്റിന്റെ ഒരു ഡിപ്പാർട്ട്മെന്റ് പോസ്റ്റ് തന്നെയാണ് വരുന്നത്. ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെന്റിനകത്തായിരിക്കും നമുക്ക് വരുന്നത്. അത് DET കേരള ലാണ് നമുക്ക് എന്ത് ചെയ്യാം വരാം. അപ്പൊ നമ്മൾ പറഞ്ഞു കേന്ദ്ര ഗവൺമെന്റ് ആണെന്ന് പറഞ്ഞു. സ്കിൽ ഡെവലപ്മെന്റ് ആൻഡ് എന്റർപ്രൈനർഷിപ്പ് എന്ന് പറയുന്ന മിനിസ്ട്രിക്ക് കീഴിൽ വരുന്ന DGT, ഡയറക്ടറേറ്റ് ഓഫ് ജനറൽ ട്രെയിനിങ് ആണ് എന്ത് ചെയ്യുന്നത്, DGT ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത് സാധാരണ വരുന്നത്. അപ്പോൾ ഇവിടെ കേരളത്തിലേക്ക് വരുമ്പോൾ അത് മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് സ്കിൽ ആണ്. സാധാരണ നമ്മൾ ടീച്ചിങ് ഒക്കെ വരുമ്പോൾ രീതിയിലല്ല, എഡ്യൂക്കേഷൻ അല്ല വരുന്നത്. ഇത് ശരിക്കും വരുന്നത് മിനിസ്റ്റർ ഓഫ് ലേബർ ആൻഡ് സ്കിൽ എന്നുള്ള മിനിസ്ട്രിക്ക് കീഴിലാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ITIകളൊക്കെ വരുന്നത് അല്ലെ. അപ്പൊ ഇതാണ് നമ്മളെ ഒരു ജനറൽ ITIയുടെ ഫോമായിട്ട് നമുക്ക് പറയുന്നത്. ITI എന്താണെന്നുള്ള ഒരു രീതിയിൽ ITI എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ ആ ഒരു ജോബ് നമുക്ക് അവിടെ ലഭിക്കുമ്പോൾ എങ്ങനെയാണെന്നുള്ളത്, ആ ഒരു ജോബിന്റെ നാച്ചറും കൂടിയാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ പറഞ്ഞു ടീച്ചിങ് ജോബാണ് അല്ലെ. ഇനി നമ്മൾ ഇലക്ട്രിക്കൽ കഴിഞ്ഞവർക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പ്രധാനപ്പെട്ട 2 പോസ്റ്റ്, ഈ 2 അല്ല 2 കൂടി ഉണ്ട്. നമുക്ക് ലാസ്റ്റ് ഒന്ന് പറയാം എന്തൊക്കെയാണെന്നുള്ളത്. പ്രധാനമായിട്ടും 2 പോസ്റ്റുകളാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. 672/2023 എന്ന് പറയുന്ന ഇലക്ട്രീഷ്യൻ, ജൂനിയർ ഇൻസ്ട്രക്ടർ ഇലക്ട്രീഷ്യനും, അതുപോലെ തന്നെ 673/2023 ജൂനിയർ ഇൻസ്ട്രക്ടർ വയർമാനും. ഓൾറെഡി അപ്ലൈ ചെയ്തിട്ടുണ്ടോ? നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. നമ്മൾ PSC സൈറ്റിലൊക്കെ കിടക്കുന്നുണ്ട്. അപ്ലൈ ചെയ്തോ എല്ലാവരും? ഇതാക്കിയോളൂ കേട്ടോ. അൺമ്യൂട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് പറഞ്ഞോളൂ. നിങ്ങൾക്ക് പറയാനുള്ള ഇതുണ്ട്, നമുക്ക് പറയാം. ഞാൻ പറഞ്ഞല്ലോ ഡിസ്കഷൻ രീതിയിൽ പോവാം. നിങ്ങൾക്ക് അപ്ലൈ ചെയ്തോ? ഈ ഒരു കോഴ്സിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തോ? ഇല്ല. ഓക്കെ, നമ്മളെ സൈറ്റിൽ വന്നിട്ടുണ്ട്. സൈറ്റിൽ നോട്ടിഫിക്കേഷൻ അവൈലബിൾ ആണ്. ഞാൻ 2 കാറ്റഗറി നമ്പർ പറഞ്ഞല്ലോ, 672/2023 673/2023. അപ്പോൾ അതിന്റെ ഒരു ഇത് 2 സൈറ്റിൽ എന്ത് ചെയ്യുന്നുണ്ട്, അവൈലബിൾ ആണ്. തുളസിയിൽ നമുക്ക് 1 ടൈം രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുന്നതാണ്. അത് 2 നിങ്ങൾ പോയിട്ട് എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. അപ്പോൾ 2 നമുക്ക് പറ്റുന്നതാണ്. ഇനി അല്ലാതെ 2 കൂടി ഉണ്ട് പറ്റുന്നത്. അത് ഞാൻ പറഞ്ഞുതരാം ഏതൊക്കെയാണ് ആ 2 പറ്റുന്നത്. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഡിപ്ലോമ കഴിഞ്ഞ അല്ലെങ്കിൽ ബിടെക് കഴിഞ്ഞവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന 2 പോസ്റ്റും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ജൂനിയർ ഇൻസ്ട്രക്ടറിൽ 2 പോസ്റ്റും കൂടി നമുക്കുണ്ട്. അതും കൂടി ഞാൻ ലാസ്റ്റ് ഒന്ന്
പറഞ്ഞുതരാം. അപ്പൊ ഇപ്പൊ പ്രധാനമായിട്ടും പറയാൻ കാരണം നമ്മളെ ബേസ് ചെയ്തിട്ട് നമുക്ക് പൂർണ്ണമായിട്ട് നമുക്ക് ഇലക്ട്രിക്കൽ കഴിഞ്ഞവർക്കുള്ള സിലബസും കാര്യങ്ങളും വരുന്നതാണ് ഈ ഇലക്ട്രീഷ്യൻ എന്ന് പറയുന്നതും വയർമാൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഒന്നുകൂടി എടുത്ത് പറയുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ കേരള സ്റ്റേറ്റിന്റെ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ. അപ്പൊ നമ്മൾ ആദ്യത്തെ എന്ന് പറയുന്നത് എന്താണ്? ജൂനിയർ ഇൻസ്ട്രക്ടർ ഇലക്ട്രീഷ്യൻ ആണ് അല്ലെ. ജൂനിയർ ഇൻസ്ട്രക്ടർ ഇലക്ട്രീഷ്യൻ എന്ന് പറയുന്നത് ഓൾറെഡി പറഞ്ഞ പോലെ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെന്റ് ആണ്. സാലറി സ്കെയിൽ അത്യാവശ്യം നല്ലൊരു സാലറി സ്കെയിലാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഇവിടെ ഈ ഒരു ജൂനിയർ ഇൻസ്ട്രക്ടർ കിട്ടുന്നത്. സ്റ്റാർട്ടിങ് 37,000 ആണ് അല്ലെ. 37,000 to 79 ആണ് നമുക്ക് സ്റ്റാർട്ടിങ് സ്റ്റേജ് ആയിട്ട് വരുന്നത്. അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ 37,000 വരുന്ന ഒരു സാലറി സ്കെയിൽ വരുന്ന പോസ്റ്റ് ആണ്. 672/2023 ലാസ്റ്റ് ഡേറ്റ്. അപ്ലൈ ചെയ്യാത്തവർക്ക് ഒന്നുകൂടി പറയാണ്, ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 31 ആണ് കേട്ടോ. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഈ മന്ത് 31 ആണ് അല്ലെ. ജനുവരി 31 ഇതിനുള്ളിൽ എന്ത് ചെയ്യണം? നമ്മൾ ചെയ്തിരിക്കണം. അപ്പോൾ ഇത് ശരിക്കും ഒരു 2023 പോസ്റ്റ് ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു പോസ്റ്റിന്റെ ഇയർ ഒക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ 2023 ലാസ്റ്റിലെ പോസ്റ്റ് ആണ് എന്ന് പറയാം കേട്ടോ. അതുകൊണ്ടാണ് നമ്മളെ 672/2023 പറയുന്നത്. ശരിക്കും 2023 ലാസ്റ്റിൽ വന്നിട്ടുള്ള ഒരു പോസ്റ്റ് ആയതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് 672/2023. പിന്നെ ഒരു സ്റ്റേറ്റ് വൈഡ് വേക്കൻസി ആണ് വരുന്നത് അല്ലെ. സ്റ്റേറ്റ് വൈഡ് വേക്കൻസി ആണ്. സ്റ്റേറ്റ് വൈഡ് വേക്കൻസി എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം, സ്റ്റേറ്റ് വൈഡ് ആയിട്ട് നമുക്ക് എവിടെയും നമുക്ക് എന്ത് ചെയ്യാം, ജോബിന് ട്രാൻസ്ഫറും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. അപ്പൊ അത് നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ സ്റ്റേറ്റ് വൈഡിൽ ലഭിക്കുന്നതായിരിക്കും. അതിന് വേക്കൻസി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വേക്കൻസി എത്രയാണ്? 5 വേക്കൻസി ആണ് ഇപ്പോൾ നമുക്ക് അവിടെ നിലവിൽ വന്നിട്ടുള്ളത്. 5 വേക്കൻസി ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ഒന്നാമത്തെ കാര്യം, ഇനി അപ്ലൈ ചെയ്യാൻ ആരെങ്കിലും ഉണ്ട് അല്ലെങ്കിൽ അപ്ലൈ ചെയ്യുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ ഏജ് ആണ് വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പോൾ നമ്മൾ മറ്റ് PSC നോക്കുന്നതിനേക്കാൾ നോക്കുകയാണെങ്കിൽ അവിടെ ഏജിന്റെ കാര്യത്തിൽ ഈ ഒരു ജൂനിയർ ഇൻസ്ട്രക്ടറിന് തന്നെ ഏജ് ഭയങ്കര ഇതായിട്ട് കിട്ടും. നമുക്ക് കുറച്ചും കൂടി ഏജ് ലിമിറ്റ് കൂടുതൽ കിട്ടുന്ന ഒരു പോസ്റ്റ് ആണ് ഈ ജൂനിയർ ഇൻസ്ട്രക്ടർ എന്ന് പറയുന്നത്. കണ്ടോ, നമ്മൾ 44 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റ് ആണ് എന്ത് ചെയ്യുന്നത്? ജൂനിയർ ഇൻസ്ട്രക്ടർ എന്ന് പറഞ്ഞാൽ. ഏത് ജൂനിയർ ഇൻസ്ട്രക്ടർ ആണ് കേട്ടോ. ഏത് ജൂനിയർ ഇൻസ്ട്രക്ടർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 44 വയസ്സ് വരെ, 19 മുതൽ 44 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു പോസ്റ്റ് ആണ് അല്ലെ ജൂനിയർ ഇൻസ്ട്രക്ടർ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ജൂനിയർ ഇൻസ്ട്രക്ടർ ഇലക്ട്രീഷ്യനുമായിട്ട് നമ്മൾ പുതിയ നോട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്നത്. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഏതാ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞു? ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെന്റിലാണ്. സാലറി സ്കെയിൽ നല്ലൊരു സാലറി സ്കെയിൽ നമുക്ക് വരുന്നുണ്ട്. അതേപോലെ തന്നെ അതിന്റെ മിനിസ്ട്രി കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു അല്ലെ. എങ്ങനെയൊക്കെ ഏതൊക്കെ മിനിസ്ട്രിയുടെ കീഴിലാണത് വരുന്നതെന്ന് പറഞ്ഞു. ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ജനറൽ ITI അറിഞ്ഞിരിക്കേണ്ട കേട്ടോ. ഈ ജനറൽ ITI അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ഒന്നും കൂടി ഉണ്ട്. ഈ ഒരു പോസ്റ്റിന്, അതായത് ഇപ്പൊ ജൂനിയർ ഇൻസ്ട്രക്ടർ എന്ന് പറയുന്ന ഏത് പോസ്റ്റിന്, അതായത് ഏത് ട്രേഡിലേക്കാണ് എന്നുണ്ടെങ്കിലും, ഇപ്പൊ ഇലക്ട്രീഷ്യൻ ആണെന്നുണ്ടെങ്കിലും വയർമാൻ ആണെന്നുണ്ടെങ്കിലും മറ്റ് ഫിറ്റർ ആയിട്ട് ഒരുപാട് പോസ്റ്റുകൾ ഉണ്ട് അല്ലെ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക, നോട്ടിഫിക്കേഷൻ പ്രകാരം കണ്ടിട്ടുണ്ടാവും. ഒരൊറ്റ നോട്ടിഫിക്കേഷൻ ആണ് ശരിക്കും ഇറക്കിയിട്ടുള്ളത്. അത് വ്യത്യസ്തമായുള്ള കാറ്റഗറി നമ്പറിൽ ഓരോ പോസ്റ്റും കൊടുക്കുകയാണ് ചെയ്തത് അല്ലെ. കഴിഞ്ഞ നമ്മളെ ട്രേഡ്സ്മാൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ വന്ന പോലെ തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പൊ അതിൽ കാണുന്ന ആ ഒരു എല്ലാ പോസ്റ്റിലേക്കും എന്ത് ചെയ്യുന്നുണ്ട്? ഇന്റർവ്യൂ നടക്കുന്നുണ്ടായിരിക്കും. ഇതിലൊക്കെ നമുക്ക് ഈ ഒരു എഴുത്തു പരീക്ഷ മാത്രം, അതായത് OMR എക്സാം മാത്രമായിരിക്കില്ല, എന്തുകൂടി ഉണ്ടായിരിക്കും? ഇന്റർവ്യൂ കൂടി ഉണ്ടായിരിക്കും. ഈ ഒരു എക്സാമിന് ഇന്റർവ്യൂ കൂടി നടക്കുന്നുണ്ടായിരിക്കും. അപ്പൊ ഇന്റർവ്യൂവില് നമുക്ക് ചോദിക്കുന്ന സാധാരണ രീതിയിലുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പൊ അവിടെയൊക്കെ നമുക്ക് കൂടുതലായിട്ട് വരുന്നതാണ്. പിന്നെ നമുക്കൊന്ന് ഏതെങ്കിലും ഒരു ജോബ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു ജോബിന് വേണ്ടി നമ്മൾ പഠിച്ചു തുടങ്ങുന്ന സമയത്ത് ആ ജോബ് എന്താന്നുള്ളത് അറിഞ്ഞിട്ട് എന്ത് ചെയ്യാം? പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ്. നമുക്കിപ്പോൾ സാധാരണ PSCയിൽ നമ്മൾ എന്ത് ചെയ്യുക? ആ ഒരു PSCയുടെ സൈറ്റ് എടുത്ത് നോക്കും. അതിൽ നമുക്ക് ഇലക്ട്രീഷ്യൻ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ കഴിഞ്ഞവരാണോ, അല്ലെങ്കിൽ ഡിപ്ലോമ ഏതാ കഴിഞ്ഞവരെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള പോസ്റ്റുകൾ നമ്മൾ അപ്ലൈ ചെയ്ത് പോകും അല്ലെ. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പൊ അതെന്താണ് ജോബ് എന്നുള്ളതും അതെവിടേക്കാണ് നമുക്ക് ജോബ് ചെയ്യേണ്ടി വരിക എന്നുള്ളതൊക്കെ എന്ത് ചെയ്യുക? അറിഞ്ഞിട്ട് ആ ജോബിലേക്ക് പോകുന്നത് ഒന്നുകൂടി നല്ലതാണ് അല്ലെ. കാരണം നമുക്ക് അത് എത്രത്തോളം പിന്നീട് തുടർന്ന് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? അതിൽ മനസ്സിലാക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പറഞ്ഞത്. ഓൾറെഡി ആ ഒരു കോഴ്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു എന്താണ്, അല്ലെങ്കിൽ ആ ഒരു എക്സാമിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു എന്താണ്, ആ ഒരു പോസ്റ്റിൽ വരുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ. ഇനി രണ്ടാമതായിട്ട് നമ്മൾ പറഞ്ഞത് എന്താണ്? ജൂനിയർ ഇൻസ്ട്രക്ടർ വയർമാൻ ആണ് അല്ലെ. അവിടെയും പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഒരേ കാര്യങ്ങളാണ് വരുന്നത്. കാരണം ഡിപ്പാർട്ട്മെന്റ് കാര്യങ്ങളൊന്നും മാറുന്നില്ല. ജൂനിയർ ഇൻസ്ട്രക്ടർ എന്ന് പറയുന്ന പോസ്റ്റ് തന്നെയാണ്. ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെന്റിലാണ്. സാലറി സ്കെയിലും അതുപോലെ തന്നെയാണ് അല്ലെ. ഈ ഒരു ജൂനിയർ ഇൻസ്ട്രക്ടർ എന്ന് പറയുന്ന പോസ്റ്റിനുള്ള അത്യാവശ്യം ഒരു ഇതാണ് അല്ലെ. സാധാരണ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഒരു ക്വാളിഫിക്കേഷൻ എങ്ങനെയാണ് നിങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നു? ക്വാളിഫിക്കേഷൻ ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഒരു ഡിപ്ലോമ ലെവൽ ക്വാളിഫിക്കേഷൻ ആണ് ശരിക്കും വരുന്നത്. പക്ഷേ ITI ഉള്ളവർക്കും എഴുതാം. ഞാൻ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. പക്ഷേ ITI ഉള്ളവർക്കും എഴുതാം. അപ്പൊ ആ ഒരു ക്വാളിഫിക്കേഷൻ വരുന്ന രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു നല്ല സാലറി സ്കെയിൽ വരുന്നതാണ് എന്ത് ചെയ്യുന്നത്? ജൂനിയർ ഇൻസ്ട്രക്ടർ. പിന്നെ നല്ലൊരു സാലറി സ്കെയിൽ മാത്രമല്ല, നമുക്കറിയാലോ ടീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ആ ടീച്ചിങ് എന്ന് പറയുന്ന ആ ഒരു ജോബിനുള്ള ഒരു ഡിഗ്നിറ്റി കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യും? അവിടെ ലഭിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ എന്ത് ചെയ്യാണ്? 673/2023 ആണ് ഇതിന്റെ കാറ്റഗറി നമ്പർ കേട്ടോ. വയർമാൻ, ജൂനിയർ ഇൻസ്ട്രക്ടർ വയർമാന്റെ അപ്ലൈ ചെയ്യുമ്പോൾ രണ്ടും സെപ്പറേറ്റ് അപ്ലൈ ചെയ്യണം. ഒറ്റ നോട്ടിഫിക്കേഷൻ ആണ് വന്നതെന്നുണ്ടെങ്കിലും നമുക്ക് ഓരോ കാറ്റഗറി നമ്പർ അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം?
അപ്ലൈ ചെയ്യണം. ഇതിന് കുറച്ചും കൂടി ഒഴിവ് വേക്കൻസി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, 8 വേക്കൻസീസ്. അപ്പോൾ ഈ വേക്കൻസികളുടെ എണ്ണം നോക്കിയിട്ട് നമ്മൾ വേക്കൻസിയുടെ എണ്ണം നോക്കിയിട്ട് നമ്മൾ ഒഴിവാക്കണ്ട. കാരണം ഒന്നിൽ സ്റ്റേറ്റ് വൈഡ് അപ്ലിക്കേഷൻ അല്ലേ, സ്റ്റേറ്റ് വൈഡിൽ 5 വേക്കൻസി, ഒന്നിൽ 8 വേക്കൻസി അല്ലേ ഉള്ളൂ എന്നുള്ളത് നോക്കിയിട്ട് ഒഴിവാക്കണ്ട. കാരണം നമുക്ക് ഓൾറെഡി നോക്കാം, കഴിഞ്ഞൊരു വന്ന ജൂനിയർ ഇൻസ്ട്രക്ടറിന്റെ ഒക്കെ വേക്കൻസി, അതിന്റെ അഡ്വൈസ് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പൊ അതൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പൊ ഈ IT കാര്യത്തിലൊക്കെ IT ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. കാരണം ഓരോ മണ്ഡലങ്ങളിലായിട്ട് ITs ഒക്കെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ അത് അങ്ങനെ വരുന്ന സമയത്ത് എന്ത് ചെയ്യാണ്, ഈ വരുന്ന ITകളിലൊക്കെ എന്ത് വേണ്ടി വരും, ഇൻസ്ട്രക്ടേഴ്സ് വേണ്ടി വരും. അപ്പൊ അതില് നമ്മളിപ്പോ ഇലക്ട്രീഷ്യൻ എന്നൊക്കെ പറയുന്നത് ഒരുവിധം എല്ലാ ITകളിലും ഉള്ള, അതുകൊണ്ടാണ് ഇപ്പൊ കുറച്ച് വേക്കൻസി കുറഞ്ഞത്. കാരണം കഴിഞ്ഞ ലിസ്റ്റിലൊക്കെ അത്യാവശ്യം എടുത്തിട്ടുണ്ട്, കഴിഞ്ഞ ലിസ്റ്റിലൊക്കെ അത്യാവശ്യം പോസ്റ്റും കാര്യങ്ങളും ജോബ് കിട്ടിയവരാണ് ഉള്ളത്. അതുകൊണ്ടാണ് നമുക്ക് ഇപ്പൊ കുറച്ച് കുറഞ്ഞത്. പക്ഷെ ഇനിയും എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പൊ നമ്മൾ ഈ ഒരു ലിസ്റ്റ് വന്നു അല്ലെ, 2023 24 ആകുമ്പോൾ അല്ലെങ്കിൽ 25 ആകുമ്പോഴേക്കും നമ്മളെ ലിസ്റ്റ് എന്ത് ചെയ്യുള്ളൂ, നിലവിൽ വരുള്ളൂ. ആ ലിസ്റ്റ് നിലവിൽ വന്ന് വീണ്ടും 3 വർഷത്തേക്ക് നമുക്ക് കിട്ടുകയാണ്. അപ്പോൾ ഇപ്പൊ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2024 സ്റ്റാർട്ടിങ് ആയിട്ടുള്ളൂ, 25, 26, 27, 28 വരെയൊക്കെ നമുക്ക് നമ്മളെ ലിസ്റ്റ് എന്ത് ചെയ്യും, നിലനിൽക്കുന്ന ലിസ്റ്റ് ആയിരിക്കും. അപ്പൊ ആ ലിസ്റ്റിൽ നിന്നായിരിക്കും ഇനിയുള്ള പോസ്റ്റുകൾ മൊത്തം, അതായത് ഈ ഒരു 4 വർഷത്തെ വരുന്ന വേക്കൻസീസ് മൊത്തം കവർ ചെയ്യുന്നത് ഏതായിരിക്കും, നമ്മളെ ഈ ഒരു ലിസ്റ്റിൽ നിന്നായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ എന്തുണ്ടാവും, വേക്കൻസി അവിടെ കൂടുതൽ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അത് ഞാൻ പറഞ്ഞല്ലോ, ITI തുടങ്ങുന്നുണ്ട്, പിന്നെ കൂടുതലായിട്ട് ITIs തുടങ്ങുന്നുണ്ടായിരിക്കും. ITIകൾ മാറ്റം വരുത്തുന്നുണ്ട്, അതായത് ട്രേഡും അതുപോലെ തന്നെ ട്രേഡുകളുടെ എണ്ണം കൂട്ടുന്നുണ്ട്, ഷിഫ്റ്റുകളുടെ എണ്ണം കൂട്ടുന്നുണ്ട്, യൂണിറ്റുകളുടെ എണ്ണം കൂട്ടുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ കൂടുന്ന സമയത്ത് എന്ത് ചെയ്യാണ്, ഇവിടെയൊക്കെ നമുക്ക് വേക്കൻസീസ് വരികയാണ് അല്ലെ. അവിടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാണ്, ഇപ്പോൾ ഒരു ഷിഫ്റ്റ് എക്സ്ട്രാ വന്നു, ഷിഫ്റ്റ് അല്ലെങ്കിൽ ഒരു യൂണിറ്റ് എക്സ്ട്രാ വന്നു. ഒരു യൂണിറ്റ് എക്സ്ട്രാ വന്നു കഴിഞ്ഞാൽ എന്താണ്, ആ ഒരു യൂണിറ്റ് എക്സ്ട്രാ വരുന്നതോടെ നമുക്ക് അവിടെ എന്ത് സംഭവിക്കുകയാണ്, അവിടെ ഒരു ഇൻസ്ട്രക്ടർ വേണം. ആ ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ലാസ്സിനെയാണ് നമ്മൾ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത്. സാധാരണ രീതിയിൽ നമ്മൾ ഒരു ഡിപ്ലോമയ്ക്കൊക്കെ പഠിക്കുമ്പോൾ നിങ്ങളൊക്കെ ITI കഴിഞ്ഞവരുണ്ടോ, ഇതിൽ ITI കഴിഞ്ഞവരുണ്ടോ, കാണുന്നതിൽ ITI കഴിഞ്ഞവരുണ്ടോ? ഉണ്ട് അല്ലെ, ITI കഴിഞ്ഞവരുണ്ട്. എത്ര പേരുണ്ടായിരുന്നു ക്ലാസ്സിലൊക്കെ? നമുക്ക് ഒരു ക്ലാസ്സിൽ എത്ര പേരുണ്ടാവും ITIയിലൊക്കെ ഉണ്ടാവുമ്പോ? 21 അല്ലെങ്കിൽ 21. ഇപ്പൊ ഇലക്ട്രീഷ്യനൊക്കെ ആണെങ്കിൽ 21, വയർമാൻ ആണെന്നുണ്ടെങ്കിൽ 21 ആൾക്കാരൊക്കെ എന്ത് ചെയ്യുള്ളൂ, ഒരു ക്ലാസ്സിൽ ഉണ്ടാവുള്ളൂ. അപ്പൊ ആ ഒരു ക്ലാസിന്റെ സ്ട്രെങ്ത് ആണ്, നമുക്കുള്ള ഒരു സ്ട്രെങ്ത് ആണ് ഈ പറഞ്ഞത്, ഈ 21 ആൾക്കാർ. ഇപ്പൊ നമ്മളൊരു ഡിപ്ലോമയ്ക്കൊക്കെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാവും അല്ലെ, എത്ര ആൾക്കാരാ, 60 ആൾക്കാരൊക്കെ ശരിക്കും ഒരു ക്ലാസ്സിൽ ഉണ്ടാവാം. അപ്പൊ ഇവിടെ നമുക്ക് വരുന്ന സ്ട്രെങ്ത് എന്ന് പറയുന്നത് ആകെ 21 ആൾക്കാരാണ്. ഈ 21 ആൾക്കാർക്കാണ് ഒരു യൂണിറ്റ് വരുന്നത്. അങ്ങനെ 2-3 യൂണിറ്റുകൾ അല്ലെങ്കിൽ അതിൽ കൂടുതൽ യൂണിറ്റുകൾ ഉള്ള ITIകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഉണ്ട്. അതേപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഇനിയും യൂണിറ്റുകൾ എക്സ്റ്റെൻഡ് ചെയ്യുന്ന, അതായത് യൂണിറ്റുകളുടെ എണ്ണം കൂട്ടുന്ന ITIകളും എന്ത് ചെയ്യുന്നുണ്ട്, ഉണ്ട്. അപ്പൊ അങ്ങനെ യൂണിറ്റുകളൊക്കെ കൂട്ടുമ്പോൾ നമുക്കറിയാം എന്താണ്, ഇത്രയും വേക്കൻസീസ് അവിടെ വരും. അപ്പൊ അതൊക്കെ നമുക്ക് ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. കാരണം ITIകളുടെ ഈ പ്രാധാന്യത്തിനൊക്കെ അനുസരിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, വേക്കൻസി ഇങ്ങനെ യൂണിറ്റുകളുടെ എണ്ണം കൂട്ടുന്നുണ്ട്. അതേപോലെ തന്നെ പുതിയ ITIകൾ തുറക്കുന്നുണ്ട്, പുതിയ അതിനുള്ള പ്രപ്പോസൽസ് പോകുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം ചെയ്തു വരുമ്പോൾ, ITIകൾ തുറന്നു വരുമ്പോഴേക്കൊക്കെ എന്ത് ചെയ്യും, ITI തുറക്കുക എന്ന് പറയുമ്പോൾ അതിനൊരു ബിൽഡിംഗ് കാര്യങ്ങളൊന്നും ആവാൻ വേണ്ടി കാത്തിക്കില്ല. നമുക്കൊരു അക്കാദമിക് ഇയർ തുടങ്ങുന്നത്, സാധാരണ ഒരു അക്കാദമിക് ഇയർ ITIയുടെ ഒക്കെ ബേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓഗസ്റ്റിലൊക്കെ എക്സാം കഴിഞ്ഞൊരു സെപ്റ്റംബർ ഒക്കെ ആകുമ്പോഴാണ് അക്കാദമിക് ഇയർ തുടങ്ങുക. സാധാരണ സ്കൂളുകൾ പോലെ ജൂൺ അല്ല, ആ ഒരു സെപ്റ്റംബർ ഒക്കെ ആയിരിക്കുമ്പോഴാകുമ്പോൾ അക്കാദമിക് ഇയർ തുടങ്ങുക. ആ തുടങ്ങുന്ന സമയത്തൊക്കെ എന്ത് ചെയ്യും, അതിനുള്ള ഒരു സാധാരണ രീതിയിൽ എവിടെയെങ്കിലും സ്ഥലങ്ങളൊക്കെ നോക്കിയിട്ട് അങ്ങനെയാണ് ITI സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. നമുക്ക് എല്ലാ ITIയിലും എല്ലാ ഇതും കൂടി കൊണ്ട്, അല്ലെങ്കിൽ എല്ലാ ഫെസിലിറ്റീസ് കൊണ്ടുവന്നിട്ടല്ല എന്ത് ചെയ്യുക, സ്റ്റാർട്ട് ചെയ്തിട്ട് ഘട്ടം ഘട്ടമായിട്ടാണ് എന്ത് ചെയ്യുക, ITIs ഒക്കെ മാറി വരുന്നത്. നമ്മൾ ചുറ്റുപാടുള്ള ITIകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെയാണ്, ഘട്ടം ഘട്ടമായിട്ടായിരിക്കും സ്വന്തം ഓൺ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ വന്നിട്ട് വരുന്നത്. അപ്പോൾ അത് ഞാൻ ഒരു ഗവൺമെന്റ് ITIയുടെ കാര്യത്തിൽ പറഞ്ഞാണ്. ഇനി എല്ലാ ITIയും അങ്ങനെയാണെന്നല്ല പറഞ്ഞത്, എന്ത് ചെയ്യുന്നുണ്ട്, ഡയറക്റ്റ് ആയിട്ട് വരുന്ന ITIs ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു ITI നിലവിൽ വരുമോ എന്നുള്ളൊരു സംശയം ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് പറഞ്ഞതാണ്, നമ്മൾ വരുന്ന ITIs ഒക്കെ ഇങ്ങനെ ഈ ഒരു രീതിയിലാണ് എന്ത് ചെയ്യുക, ഘട്ടം ഘട്ടമായിട്ട് ITIs വരും. അപ്പൊ അതിനനുസരിച്ചൊക്കെ നമുക്ക് അവിടെ വേക്കൻസീസും കൂടുതലാവും. ആ ഒരു വേക്കൻസീസിന്റെ കൂടുതൽ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കാര്യം പറഞ്ഞത്. വേക്കൻസി നമുക്ക് എന്ത് ചെയ്യാം, വരാം. അപ്പൊ വേക്കൻസിയുടെ എണ്ണം മാത്രം നോക്കി നിൽക്കണ്ട, വേക്കൻസി എണ്ണം നമ്മൾ എന്ത് ചെയ്യണം, വേക്കൻസി എണ്ണം നമുക്കിപ്പോ വിടാം. അത് എന്താണ്, നമുക്കൊരു എക്സാം കഴിഞ്ഞ് പിന്നീട് നമുക്ക് വരുന്ന സാഹചര്യത്തിൽ ഈ വേക്കൻസി കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, അപ്പോൾ ആ ഒരു ഇതിലേക്കാണ് നോക്കേണ്ടത്. മാക്സിമം നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ പഠിക്കുന്ന കാര്യത്തിൽ നമുക്ക് ഏറ്റവും ഉയർന്ന റാങ്ക് എന്നുള്ള ഒരു, അതായത് ഫസ്റ്റ് റാങ്കുകൾക്ക്, ഫസ്റ്റ് 10 എന്ന് പറയുന്നില്ല, ഫസ്റ്റ് റാങ്കുകൾ വരുന്ന രീതിയിൽ എന്ത് ചെയ്യുക, എത്താൻ വേണ്ടി ശ്രമിക്കുക. വേക്കൻസി നമുക്ക് അവിടെ നിന്നോട്ടെ. വേക്കൻസി ഞാൻ ഓൾറെഡി പറഞ്ഞു എത്രയുള്ളത്, 1-ന് 5 വേക്കൻസി, 1-ന് 8 വേക്കൻസി, 2 സ്റ്റേറ്റ് വൈഡ് ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന് ജൂനിയർ ഇൻസ്ട്രക്ടർ വയർമാനും, ഒന്ന് ജൂനിയർ ഇൻസ്ട്രക്ടർ അതുപോലെ തന്നെ എന്ത് ചെയ്യാണ്, ഇലക്ട്രീഷ്യനുമാണ് വരുന്നത് അല്ലെ.
ഇനി ക്വാളിഫിക്കേഷൻ നിങ്ങൾ അപ്ലൈ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ ക്വാളിഫിക്കേഷന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ക്വാളിഫിക്കേഷൻ എന്താണ്? ബേസിക് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ നമ്മൾ ഡിപ്ലോമയാണ് പറയുന്നത് കേട്ടോ. SLC കഴിഞ്ഞ് ഡിപ്ലോമ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ബേസിക് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ആണ് നമുക്ക് അപ്ലൈ ചെയ്യാം. ഇനി ഇതിന് IT കഴിഞ്ഞവരുണ്ട് എന്നുണ്ടെങ്കിൽ IT കഴിഞ്ഞ് 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ IT കഴിഞ്ഞ് ഈ അപ്രോപ്രിയേറ്റ് ട്രേഡ് എന്ന് പറയുമ്പോൾ എന്താണ്? IT വയർമാൻ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ IT വയർമാൻ തന്നെ കഴിഞ്ഞിട്ട് അതിന്റെ 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അപ്ലൈ ചെയ്യാം. അതേപോലെ തന്നെ IT ഇലക്ട്രീഷ്യൻ പോസ്റ്റിനാണ്, ജൂനിയർ ഇൻസ്ട്രക്ടർ ഇലക്ട്രീഷ്യൻ പോസ്റ്റിനാണ് അപ്ലൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ ജൂനിയർ ഇൻസ്ട്രക്ടർ ഇലക്ട്രീഷ്യൻ കഴിഞ്ഞ് 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ PSCയുടെ കേസ് ഈ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യണം? PSC പ്രിസ്ക്രൈബ് ചെയ്തിട്ടില്ല, ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ആ ഒരു എക്സ്പീരിയൻസിന്റെ കാര്യം ഞാൻ ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ആ ഒരു ഫോർമാറ്റിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ആ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കൊടുക്കണം. നമ്മളെ നോട്ടിഫിക്കേഷനിൽ ഉണ്ട് ആ ഒരു ഫോർമാറ്റ്. നിങ്ങൾക്ക് ഇനിയിപ്പോൾ ആരെങ്കിലും IT കഴിഞ്ഞവരൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു ഫോർമാറ്റ് ഞാൻ ഇവിടെ കാണിച്ചു തരാം. ആ ഒരു ഫോർമാറ്റിൽ എന്ത് ചെയ്യണം? എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയിട്ട് വേണം എന്ത് ചെയ്യുന്നത്? കൊടുക്കാൻ വേണ്ടിട്ടോ. ആ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നമുക്ക് ആവശ്യമുള്ളതാണ്. ഇനി അത് ഞാൻ IT കഴിഞ്ഞവർക്ക്, അതായത് IT കഴിഞ്ഞ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് NTC, IT കഴിഞ്ഞ് NCVT സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ NTC സർട്ടിഫിക്കറ്റ് കയ്യിലുള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് എങ്ങനെ ക്വാളിഫൈ ആണ് എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. അപ്പൊ IT കഴിഞ്ഞ് എന്ത് ചെയ്യണം? 3 വർഷം കഴിയണം അല്ലെ. ഇതിന്റെ എസംഷൻ കേസ് ഉണ്ട്. SC/ST ട്രെയിനീസിന് എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ SC/ST കാൻഡിഡേറ്റ്സിന് എന്ത് വേണ്ട, ഈ IT കഴിഞ്ഞിട്ട് ഇത് ഇങ്ങനെ പറയുന്നില്ല. അതായത് നമ്മൾ എസംഷൻ കേസ് അതിൽ പറയുന്നുണ്ട് കേട്ടോ, എക്സ്പീരിയൻസിന്റെ കാര്യത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ SSLCയും അതിന്റെ ഇക്വാലന്റ് ക്വാളിഫിക്കേഷനും ആണ് പറയുന്നത്. അതുപോലെ അതിന്റെ ഒപ്പം തന്നെ എന്ത് ചെയ്യണം? നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഉണ്ട്, അതിന്റെ കൂടെ 3 വർഷത്തെ എക്സ്പീരിയൻസ് കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അപ്ലൈ ചെയ്യാന്ന് പറഞ്ഞു. അത് ഒന്നാമത്തെ ക്വാളിഫിക്കേഷൻ. രണ്ടാമത്തെ ക്വാളിഫിക്കേഷൻ എന്താണ്? ഇനി അതല്ല എന്നുണ്ടെങ്കിൽ NAC നാഷണൽ അപ്രന്റീസ്ഷിപ്പിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, NAC സർട്ടിഫിക്കറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ എന്ത് മതി? NAC എന്ന് പറയുമ്പോൾ 1 വർഷത്തെ അപ്രന്റീസ്ഷിപ്പ് ആക്ട് പ്രകാരമുള്ള സർട്ടിഫിക്കറ്റ് ആണ് അല്ലെ. നമുക്ക് പല സ്ഥലങ്ങളിലും നമ്മൾ വർക്ക് ചെയ്യുമ്പോഴും നമുക്ക് അപ്രന്റീസ് ആയിട്ട് നമ്മൾ എടുക്കാറുണ്ട്. അപ്പൊ IT കഴിഞ്ഞവരെ തന്നെ എടുക്കാറുണ്ട്. ഇങ്ങനെ IT കഴിഞ്ഞവരാണെന്നുണ്ടെങ്കിൽ 1 വർഷത്തെ NAC സർട്ടിഫിക്കറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, NAC സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് NAC ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഇതിന് അപ്ലൈ ചെയ്യാം. പക്ഷെ അവിടെ ഒരു കാര്യം കൂടി, ഒന്നും കൂടി വേണം. എന്താണ്? NACയുടെ കൂടെ 1 വർഷത്തെ എക്സ്പീരിയൻസ് കൂടി വേണം. അപ്പൊ നമുക്ക് നേരത്തെ പറഞ്ഞ ആ ഒരു 3 വർഷം IT കഴിഞ്ഞിട്ട് 3 വർഷം എന്നുള്ളത് എന്തായിട്ട് മാറി? NAC സർട്ടിഫിക്കറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് എന്ത് മതി? 1 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായാലും മതി. 1 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പൊ ഇതാണ് അതിന്റെ ഒരു ക്വാളിഫിക്കേഷൻ ലെവല്. ഇനി നമ്മൾ നോർമൽ ക്വാളിഫിക്കേഷൻ എന്താണ്? ഡിപ്ലോമ പറയുന്നുണ്ട്, അതിന്റെ ഈക്വൽ ആൻഡ് ഹയർ പറയുന്നുണ്ട്. അത് നമുക്ക് പറയുന്ന ആ ഒരു ഈക്വൽ ആൻഡ് ഹയർ നോക്കാം കേട്ടോ. അപ്പൊ ഇത്രയും കാര്യം ജനറൽ ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നതാണ്. അതിൽ ഒന്നാമത്തെ കാര്യം എന്താണ്? ഡിപ്ലോമ തന്നെയാണ്. ഡിപ്ലോമ ഉണ്ട് എന്നുണ്ടെങ്കിൽ എല്ലാവർക്കും എന്ത് ചെയ്യാം? ഡിപ്ലോമ ആൻഡ് BTech ഉണ്ട് എന്നുണ്ടെങ്കിൽ എല്ലാവർക്കും എന്ത് ചെയ്യാം? ഈ പോസ്റ്റിലേക്ക്, അതായത് ജൂനിയർ ഇൻസ്ട്രക്ടർ എന്ത് ചെയ്യുന്ന ഏത് പോസ്റ്റിലേക്കും, ഇലക്ട്രീഷ്യൻ ആണെന്നുണ്ടെങ്കിലും വയർമാൻ ആണെന്നുണ്ടെങ്കിലും അപ്ലൈ ചെയ്യാം. ഏത് പോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിലുള്ള എല്ലാം പറ്റില്ല, ഈ 2 പോസ്റ്റിലേക്ക് എന്ത് ചെയ്യാം? അപ്ലൈ ചെയ്യാം. കഴിഞ്ഞ വർഷമൊക്കെ നമുക്ക് കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ പീരീഡിലൊക്കെ നമുക്ക് എല്ലാവർക്കും എല്ലാ പോസ്റ്റിലേക്കും അപ്ലൈ ചെയ്യാന്നൊക്കെ പറഞ്ഞു വന്നിട്ടുണ്ട്. പക്ഷെ അത് സെലക്ഷൻ നടക്കുമ്പോൾ കിട്ടില്ല, എന്നാലും അപ്ലൈ ചെയ്യാൻ പറ്റുമായിരുന്നു കേട്ടോ. ആ ഒരു പോസ്റ്റിലൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ അത് നമ്മൾ ആ ഒരു ഇതനുസരിച്ചിട്ട് വന്നതാണ്. ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? അതിന്റെ അപ്രോപ്രിയേറ്റ് ട്രേഡ്, അതിന്റെ അപ്രോപ്രിയേറ്റ് ബ്രാഞ്ച് എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. ആ ഒരു അപ്രോപ്രിയേറ്റ് ബ്രാഞ്ച് ഉള്ളവർക്ക് എന്ത് ചെയ്യാം? ഇതിൽ അപ്ലൈ ചെയ്യാം അല്ലെ. ഏതാണ്? നമ്മൾ ആ ഒരു എഞ്ചിനീയറിംഗ്, ഏതാണ് എഞ്ചിനീയറിംഗ് ബ്രാഞ്ച് വരുന്നത്, അതിലുള്ളവർക്കൊക്കെ ഈ ഒരു ഇതിന് എന്ത് ചെയ്യാം? ജോബിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം അല്ലെ. അപ്പൊ അതിന് ക്വാളിഫിക്കേഷൻ പറഞ്ഞു. ക്വാളിഫിക്കേഷന്റെ കാര്യത്തിൽ നമുക്ക് ഇത്ര കാര്യങ്ങളാണുള്ളത് അല്ലെ, ഇങ്ങനെയാണുള്ളത്. ഇനി നമ്മൾ അതില് വയർമാന്റെ ക്വാളിഫിക്കേഷൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു NTC വയർമാൻ ആണ് അല്ലെ. അപ്പൊ NTC വയർമാൻ ആണെന്നുണ്ടെങ്കിൽ വയർമാൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം അല്ലെ. അപ്രോപ്രിയേറ്റ് ട്രേഡ് വയർമാൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാന്ന് പറഞ്ഞു. ഇലക്ട്രീഷ്യൻ ഉള്ളവർക്കും എന്ത് ചെയ്യാം? വയർമാന്റെ ട്രേഡിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ഇലക്ട്രീഷ്യൻ ഉള്ളവർക്കും എന്ത് ചെയ്യാം? വയർമാൻ, അതാണ് അപ്രോപ്രിയേറ്റ് ട്രേഡ് എന്ന് പറയുമ്പോൾ വയർമാന് കൊടുക്കാം. അതിന്റെ ഇക്വാലന്റ് ആയിട്ട് എന്താണ്? ഇലക്ട്രീഷ്യൻ എടുത്തിട്ടുണ്ട്. അപ്പൊ ഇലക്ട്രീഷ്യൻ ഉള്ളവർക്കും എന്ത് ചെയ്യാം? അവിടെ കൊടുക്കാം. പിന്നെ NAC ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ NAC ഉണ്ട് എന്നുണ്ടെങ്കിലും അതെന്ത് ചെയ്യാം? വയർമാനിലേക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. NAC എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ, നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് പ്രകാരം അത് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലാണ് കിട്ടിയെന്നുണ്ടെങ്കിലും അതും നമുക്ക് അവിടെ എടുക്കാവുന്നതാണ്. NTC ഇലക്ട്രീഷ്യൻ, അത് NTC IT എന്ന് പറയുന്ന ITC എന്ന് പറയുന്ന പഴയ സർട്ടിഫിക്കറ്റിന്റെ കാറ്റഗറി ആവുന്നതുകൊണ്ടാണ് ITA/ITC എന്ന് പറയുന്നത്. NTC എന്ന് പറയുന്നത് പുതിയ സർട്ടിഫിക്കറ്റിന്റെ കാറ്റഗറിയാണ്. അതല്ലാതെ വേറെ ഒന്നുമില്ല. അത് രണ്ടും ITA സർട്ടിഫിക്കറ്റ് തന്നെയാണ് വരുന്നത്. അപ്പൊ ഇത്രയാണ് എന്ത് ചെയ്യുന്നത്? നമുക്ക് ആ ഒരു വയർമാന് വരുന്ന ഇക്വലന്റ് ക്വാളിഫിക്കേഷൻസ് എന്ന് പറയുന്നത് അല്ലെ. പിന്നെ പോളിയുടെ ഇക്വലന്റ് ക്വാളിഫിക്കേഷൻ ആയിട്ട് നമുക്ക് ബിടെക്കിൽ ഏതൊക്കെ ഉണ്ട്? ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ഉണ്ട്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഉണ്ട്, പവർ ഇലക്ട്രോണിക്സ് ഉണ്ട്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ഉണ്ട്. എംടെക്കിൽ കേട്ടോ, എംടെക്കിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ഉണ്ട്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഉണ്ട്, പവർ ഇലക്ട്രോണിക്സ്. ഇതെല്ലാം എന്ത് ചെയ്യാം? അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്ന
പോസ്റ്റുകളാണ്, സോറി അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ക്വാളിഫിക്കേഷൻസ് ആണ് കേട്ടോ. അപ്പൊ ഈ ക്വാളിഫിക്കേഷൻസ് ഉള്ളവർക്കും എല്ലാം എന്ത് ചെയ്യാം, ഇതിലേക്ക് നമുക്ക് ഇക്വാലന്റ് ക്വാളിഫിക്കേഷൻ ആയിട്ട് കൊടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പൊ NTC ഉള്ളവർക്കും പോളിടെക്നിക് ഡിപ്ലോമ പാസ്സായവർക്കും എന്ത് ചെയ്യാം, ഈ ഒരു ജോബിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം. NTC ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു എന്താണ്, ഒരു 3 വർഷത്തെ എക്സ്പീരിയൻസ് അവിടെ വേണം അല്ലെ, 3 വർഷത്തെ എക്സ്പീരിയൻസ്. അതായത് NAC ആണെന്നുണ്ടെങ്കിൽ എന്ത് വേണം, NAC ആണെങ്കിൽ 1 വർഷത്തെ എക്സ്പീരിയൻസ് വേണം, 1 വർഷത്തെ എക്സ്പീരിയൻസും കൂടി അതിന്റെ കൂടെ വേണമെന്ന് മാത്രം. ഇത്രയാണ് അതിന്റെ ക്വാളിഫിക്കേഷൻ. ഇനി ഇലക്ട്രീഷ്യൻ ആണെന്നുണ്ടെങ്കിൽ അവിടെയാണുള്ളത്, ഇലക്ട്രീഷ്യൻ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കൊടുക്കാൻ പറ്റുള്ളൂ. ഇലക്ട്രീഷ്യൻ NTC ഇലക്ട്രീഷ്യൻ ITI ഇലക്ട്രീഷ്യൻ ഉള്ളവർക്ക് മാത്രമാണ് എന്ത് ചെയ്യുന്നത്, കൊടുക്കാൻ. ITI or ITC ഇലക്ട്രീഷ്യൻ ഉള്ളവർക്ക് മാത്രമാണ് ഇക്വാലന്റ് ആയിട്ട് വരുന്നുള്ളൂ. ITI or ITC ഇലക്ട്രീഷ്യൻ, അത് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ എന്താണ് ITI or ITC ഇലക്ട്രീഷ്യൻ എന്ന് പറയാനുള്ള കാരണം. അതെന്താണ്, ITI or ITC എന്ന് പറയുന്നത് പഴയ പ്രൈവറ്റ് ITIകളൊക്കെ ITC എന്നാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പഴയ സർട്ടിഫിക്കറ്റ് ഉണ്ട്, അതായത് ഇപ്പൊ നമുക്ക് വരുന്ന NTC സർട്ടിഫിക്കറ്റ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ഒരു ഫോട്ടോ ഒക്കെ വെച്ച് ഇതുള്ള രീതിയിലാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, പുതിയ സർട്ടിഫിക്കറ്റുകൾ വരുന്നത്. അങ്ങനെ പഴയ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നു, ഫോട്ടോ ഒന്നും ഇല്ലാതെ വരുന്ന പഴയ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനത്തെ സർട്ടിഫിക്കറ്റ് ആണ് ശരിക്കും ITI, അതായത് കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഉള്ള, ഒരു 2015 തോന്നുന്നു, 15-14 വർഷങ്ങൾക്ക് മുന്നേ ഉള്ള സർട്ടിഫിക്കറ്റുകളൊക്കെ നമ്മൾ ITI or ITC സർട്ടിഫിക്കറ്റുകൾ എന്നൊക്കെ പറഞ്ഞിട്ടാണ്, ITC സർട്ടിഫിക്കറ്റുകൾ എന്നൊക്കെ പറയായിരുന്നു. കാരണം പ്രൈവറ്റ് എൽറ്റയിലാണ് പഠിച്ചു വിചാരിച്ചു കഴിഞ്ഞാൽ അത് ITC സർട്ടിഫിക്കറ്റ് ആണ്, ഗവൺമെന്റിലാണ് പഠിച്ചതെന്നുണ്ടെങ്കിൽ ITI സർട്ടിഫിക്കറ്റിൽ അങ്ങനെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ അത് മാറിയിട്ട് ഇപ്പൊ പ്രൈവറ്റ് ITIനും ഗവൺമെന്റ് ITIനും എല്ലാം എന്താണ്, ITI എന്ന് തന്നെയാണ് പറയുന്നത്. എല്ലാ സർട്ടിഫിക്കറ്റുകളും ഒരുപോലെയാണ്, പണ്ടും ഒരുപോലെ ആയിരുന്നു, പക്ഷെ ആ ഒരു സർട്ടിഫിക്കറ്റിലുള്ള പ്രൈവറ്റ് ഗവൺമെന്റ് എന്നുള്ള മാറ്റം ITC അതിന്റെ ITI എന്നുള്ള രീതിയിൽ വന്നിരുന്നു എന്ന് മാത്രം. ഇപ്പൊ എല്ലാം എന്താണ്, എല്ലാം ITI തന്നെയാണ്. ITI എന്ന് പറയുമ്പോൾ ഗവൺമെന്റ് ആണെങ്കിലും പ്രൈവറ്റ് ആണെങ്കിലും ഒക്കെ ITI എന്ന് പറയും. പ്രൈവറ്റ് ആണെന്നുണ്ടെങ്കിൽ പ്രൈവറ്റിന്റെ കൂടെ ചേർക്കും, ഗവൺമെന്റ് ആണെന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് എന്ന് കൂടെ ചേർക്കും എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ അതിലും നമുക്ക് എന്ത് ചെയ്യാം, ഡിപ്ലോമയ്ക്ക് ഇതേപോലെ വരുന്നുണ്ട്. ഡിപ്ലോമയ്ക്ക് ഏതാണ്, പോളിടെക്നിക് ഡിപ്ലോമ വരുന്നുണ്ട്. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സിൽ പോളിടെക്നിക് ഡിപ്ലോമ വരുന്നുണ്ട്. ബിടെക് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് വരുന്നുണ്ട്. ബിടെക്കിൽ തന്നെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് വരുന്നുണ്ട്. ബിടെക്കില് പവർ ഇലക്ട്രോണിക്സ് ആൻഡ് പവർ സിസ്റ്റം വരുന്നുണ്ട്. ഇവർക്കെല്ലാം എന്ത് ചെയ്യാം, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ, പോളിടെക്നിക് ഡിപ്ലോമയുടെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഇക്വലന്റ് ക്വാളിഫിക്കേഷൻ ആയിട്ട് കൊടുക്കാം. അതുപോലെ MTech ആണെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സും ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗും പവർ ഇലക്ട്രോണിക്സ് ആൻഡ് പവർ സിസ്റ്റം ഒക്കെ എന്ത് ചെയ്യാം, കൊടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പൊ ഇതാണ് ക്വാളിഫിക്കേഷൻ. ഇതിന്റെയാണ് നമ്മളെ NPC വയർമാന്റെയും NPC ഇലക്ട്രീഷ്യന്റെയും ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് കേട്ടോ, രണ്ടിന്റെയും ക്വാളിഫിക്കേഷൻ. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ക്വാളിഫിക്കേഷൻ കണ്ടു, ഓൾറെഡി നിങ്ങൾ അതിന്റെ ഒരു പോസ്റ്റും കാര്യങ്ങളൊക്കെ കണ്ടു അല്ലെ. ഇനി നമ്മൾ പറഞ്ഞു എന്താണ്, ഇന്റർവ്യൂ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു, ഇന്റർവ്യൂ ഉണ്ട്. അപ്പോൾ ഈ ഒരു പോസ്റ്റിനെ കുറിച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ പറയുന്നത്, ഇന്റർവ്യൂ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാണ്, ഇന്റർവ്യൂ കൂടി കഴിഞ്ഞ് നമ്മളെ ഷോർട്ട് ലിസ്റ്റിൽ, എക്സാം കഴിഞ്ഞാൽ ഷോർട്ട് ലിസ്റ്റ് വരും. ഈ ഷോർട്ട് ലിസ്റ്റ് അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യും, പിന്നീട് ഇന്റർവ്യൂ വരും. ഇന്റർവ്യൂ വന്നിട്ട് ആ ഇന്റർവ്യൂ സെലക്ട് ആയി കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് പോസ്റ്റിംഗ് ആണ്. പക്ഷെ അത് കേരളത്തിലാണ് ഇങ്ങനെ ഡയറക്റ്റ് പോസ്റ്റിംഗ് വരുന്നത്. നമ്മൾ പറഞ്ഞല്ലോ ഓൾ ഇന്ത്യ പോസ്റ്റ് ആണ് ശരിക്കും. ഓൾ ഇന്ത്യയിൽ ഇപ്പോൾ ബാക്കിയുള്ള സ്റ്റേറ്റുകളിൽ, ചില സ്റ്റേറ്റുകളിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ട്രെയിനിങ് കഴിഞ്ഞതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു പോസ്റ്റിംഗ് കിട്ടുന്നത്. അപ്പോൾ ശരിക്കും ITI എന്ന് പറയുന്നത് ഒരു ജോബ് ഓറിയന്റഡ് കോഴ്സ് ആണ് അല്ലെ. നമുക്കറിയാം ട്രെയിനീസ് എന്നാണ് അവിടെ വരിക. ITIയിലൊക്കെ പഠിക്കുന്ന കുട്ടികളെ നമ്മൾ ട്രെയിനീസ് എന്നാണ് പഠിക്കുക. ജോബ് ഓറിയന്റഡ് കോഴ്സ് ആണ്. ജോബ് ഓറിയന്റഡ് കോഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ് അതിന്റെ പ്രസിദ്ധ ഉള്ളത്, കൂടുതലും പ്രാക്ടിക്കൽസ് ആയിരിക്കും വരുന്നത് കേട്ടോ. കൂടുതലും എന്താണ്, പ്രാക്ടിക്കൽ ആയിരിക്കും കൂടുതലും വരിക. പ്രാക്ടിക്കൽ കൂടുതൽ വരുന്ന പറയുമ്പോൾ നമുക്ക് സാധാരണ രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസത്തെ വർക്കിംഗ് അവേഴ്സിന്റെ ഉള്ളിൽ മാക്സിമം ടൈംസും എന്തിനു വേണ്ടിയിട്ടായിരിക്കും, ട്രേഡ് പ്രാക്ടിക്കലിനായിരിക്കും. അവിടെ ഉണ്ടാവുന്ന മൊത്തം 4 സബ്ജക്റ്റ് ആയിട്ടാണ് അവർക്ക് വരുന്നത്. 4 സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ വർക്ക്ഷോപ്പ് കാൽക്കുലേഷൻ ആൻഡ് സയൻസ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ്, പിന്നെ നമ്മളെ ഓൾറെഡി ഇപ്പൊ നമുക്ക് ഒരു ട്രേഡ് തിയറി ഉണ്ടായിരിക്കും, ഒരു ട്രേഡ് പ്രാക്ടിക്കൽ ഉണ്ടാവും അല്ലെ, അത് 2 ഉണ്ടായിരിക്കും. പിന്നെ വർക്ക്ഷോപ്പ് കാൽക്കുലേഷൻ ആൻഡ് സയൻസ് എന്ന് പറയുന്നുണ്ടായിരിക്കും. പിന്നെ അതിന്റെ കൂടെ എന്തും കൂടി ഉണ്ടാവും, ഒരു എഞ്ചിനീയർ ഡ്രോയിങ് വർക്ക്ഷോപ്പ് കാൽക്കുലേഷന് കൂടെ പോലെ എംപ്ലോയിബിലിറ്റി സ്കിൽ എന്ന് പറഞ്ഞിട്ട് ഒരു സബ്ജക്റ്റ് ഉണ്ടാവും കേട്ടോ. ഇങ്ങനെ 4 സബ്ജക്റ്റ് ആണ് അവിടെ വരിക. അപ്പൊ അതില് ഈ ട്രേഡ് തിയറി എന്ന് പറയുന്ന സബ്ജക്റ്റ് എടുക്കേണ്ടതും അതുപോലെ തന്നെ എന്ത് ചെയ്യാണ്, ട്രേഡ് പ്രാക്ടിക്കൽ എന്ന് പറയുന്ന സബ്ജക്റ്റ് നോക്കേണ്ടതും നമ്മളാണ്. അതായത് ഈ ജൂനിയർ ഇൻസ്ട്രക്ടർ കയറുന്ന ആളുകളാണ് നമ്മളാണ് പറഞ്ഞതാണ്. നമ്മൾക്ക് അതിന് വേണ്ടിയിട്ട് നിങ്ങളൊക്കെ ഇതിന് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ഇതിന് വേണ്ടിയിട്ട് പഠിക്കുന്നവരാണ് അല്ലെ, നിങ്ങളെല്ലാവരും ഇതിൽ പഠിക്കുന്നവരാണ്. അപ്പൊ നിങ്ങളാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു പോസ്റ്റിന് വേണ്ടിയിട്ട് വന്ന് പഠിച്ചു കഴിഞ്ഞാൽ അവിടേക്ക് കയറി കഴിഞ്ഞാൽ എന്ത് ചെയ്യേണ്ടത്, അവിടെ വർക്ക് ചെയ്യേണ്ടത് അല്ലെ. ആ വർക്ക് ചെയ്യുന്നവര് എന്തായിരിക്കണം, ഈ ഒരു പോസ്റ്റിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നവര് അവിടെ എന്താണ്, ട്രേഡ് തിയറി നോക്കണം, ട്രേഡ് പ്രാക്ടിക്കൽ നോക്കണം. അപ്പൊ അതാണ് അതിന്റെ ഒരു ജോബ് വരുന്നത്. ട്രേഡ് പ്രാക്ടിക്കലിന് ഹെൽപ്പ് ചെയ്യാനുണ്ടായിരിക്കും, എന്നാലും എന്താണ് അവിടെ കൂടുതലും ആ ഒരു ജോബ് വരുന്നത് അങ്ങനെയായിരിക്കും. ട്രേഡ് തിയറിയും ട്രേഡ് പ്രാക്ടിക്കലും നോക്കേണ്ടത് ആരായിരിക്കും, ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന ആൾക്കാരായിരിക്കും. അതായത് നമ്മൾ ജൂനിയർ ഇൻസ്ട്രക്ടേഴ്സും ആയിരിക്കും. പിന്നെ നിങ്ങളൊക്കെ പഴയ എഴുതിയിട്ടുണ്ടായിരിക്കും, 2023 എക്സാം ഉണ്ടായിരുന്നു അല്ലെ, ജൂനിയർ ഇൻസ്ട്രക്ടർ ACD എന്ന് പറയുന്ന ഒരു എക്സാം ഉണ്ടായിരുന്നു അല്ലെ. ഈ ACD എക്സാമിൽ വരുന്നവരാണ് എന്ത് ചെയ്യുക, സാധാരണ എന്ത് നോക്കുക, വർക്ക്ഷോപ്പ് കാൽക്കുലേഷൻ ആൻഡ് സയൻസ്, അതിന്റെ കൂടെ എഞ്ചിനീയറിംഗ് ഡ്രോയിങ് നോക്കുക.
പിന്നെ സാധാരണ ഇതുവരെ PSC വിളിക്കാത്തൊരു പോസ്റ്റാണ് എംപ്ലോയബിലിറ്റി സ്കില്ലിന്റെ പോസ്റ്റ് എന്ന് പറയുന്നത്. അതിനി മെർജ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നുണ്ട്. പക്ഷെ നമ്മളേക്കല്ല അത് എന്ത് ചെയ്യുന്നുണ്ട്, ഇതിലേക്ക്, അതായത് ഇപ്പോൾ ജൂനിയർ ഇൻസ്ട്രക്ടറിലേക്കല്ല ACD-യുമായിട്ട് മെർജ് ചെയ്യുക, അങ്ങനെ അതൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അത് ഇതുവരെ PSC നമ്മൾ വിളിക്കാത്തൊരു പോസ്റ്റാണ്, PSC-യിലേക്ക് വരാത്തതാണ്. അതിന് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നില്ല, ഇതുവരെ നിയമനങ്ങൾ വന്നിട്ടില്ല. നിയമനങ്ങൾ അവിടെ ചില പോസ്റ്റ് ആയിട്ടുള്ള കണ്ടു, അങ്ങനെ വരുന്നൊരു പോസ്റ്റാണത്. അപ്പൊ അതിലേക്ക് എംപ്ലോയബിലിറ്റി സ്കിൽ എന്ന് പറഞ്ഞിട്ട് അവരും ഉണ്ടായിരിക്കും. പക്ഷെ ഇതിനെല്ലാം ഹവേഴ്സ് കുറവാണ്. ഹവേഴ്സ് കൂടുതൽ എന്തിനാ വരുന്നുണ്ടായിരിക്കുക, ഈ ട്രേഡ് തിയറിയും അതുപോലെ തന്നെ ട്രേഡ് പ്രാക്ടിക്കലാണ്. അപ്പൊ നമുക്ക് അതിന് പ്രാക്ടിക്കലായിട്ട് കുറച്ചും കൂടി എന്ത് ചെയ്യണം, ട്രെയിനിങ് കാര്യങ്ങൾ കിട്ടണം. അതിനൊരു ട്രെയിനിങ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും. ഈ കയറി കഴിഞ്ഞാൽ നമുക്കൊരു ട്രെയിനിങ് ഉണ്ടായിരിക്കും. അതൊരു കമ്പൽസറി ട്രെയിനിങ് ആണ്. നമ്മൾ കയറി 3 വർഷത്തിനുള്ളിൽ എന്ത് ചെയ്യണം, ആ ട്രെയിനിങ്, ഒരു 1 ഇയർ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്യണം. അങ്ങനെ ഒരു കാര്യം അതിൽ വരുന്നുണ്ട്. പിന്നെ ടൈമിങ്ങിന്റെ കാര്യത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലും നമുക്ക് സാധാരണ സ്കൂളുകളുടെ ടൈമിംഗ് അല്ല ഈ ഒരു ജോബിന് വേണ്ടിയിട്ട് വരുന്നത്. അത് നമുക്ക് 2 ഷിഫ്റ്റുകളൊക്കെ ആയിട്ടാണ് എന്ത് ചെയ്യുക, ടൈമിംഗ് വരിക. ഒരു നേരത്തെ തുടങ്ങുന്ന ഒരു 7:30 8:30 ഒക്കെ തുടങ്ങുന്ന ഒരു ഷിഫ്റ്റ് ഒന്ന് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ അടുത്തൊരു ഷിഫ്റ്റ് എന്ത് ഉണ്ടായിരിക്കും, ഒരു 10 അങ്ങനെ തുടങ്ങുന്ന ഒരു ഷിഫ്റ്റും ഉണ്ടായിരിക്കും. അങ്ങനെ 2 ഷിഫ്റ്റുകളായിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, അവിടെയും ഈ ഒരു വർക്ക് വരുന്നതായിരിക്കും. ആ ഒരു ടൈമിംഗ് കാര്യങ്ങളൊക്കെ കേട്ടോ, അങ്ങനെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, സാധാരണ രീതിയിൽ വരുന്നത്. പിന്നെ കുറച്ചുകൂടി ടൈമിംഗ് എന്തായിരിക്കും, കൂടുതലായിരിക്കും. മറ്റുള്ള ട്രെയിനിങ്ങിന്, മറ്റുള്ള ജോബ്, അതായത് ടീച്ചിങ് ജോബിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ടൈം കൂടുതലായിരിക്കും. സാറ്റർഡേ വർക്കിംഗ് ആയിരിക്കും. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നതാണ്. ജൂനിയർ ഇൻസ്ട്രക്ടർ പോസ്റ്റ് വരുന്നതാണ്, അതായത് ITIയുടെ പോസ്റ്റിലേക്ക് വരുന്നതാണ് അല്ലേ. പിന്നെ നമുക്ക് മൊത്തം എത്ര വേക്കൻസി വരാമെന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ, 112ഓളം എന്ത് ചെയ്യുന്നുണ്ട് ഗവൺമെന്റ് IT ഇപ്പൊ തന്നെ നമുക്ക് നിലവിലുണ്ട്. 112ഓളം ഗവൺമെന്റ് IT നമുക്ക് നിലവിലുള്ളതാണ്. ഈ ITക്ക് പുറമെയാണ് എന്ത് ചെയ്യുന്നത്, ഇനി പുതിയ ITs വരാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ ആ ITയിലെ പോസ്റ്റ് മൊത്തം നമുക്ക് എന്തായിരിക്കും, നമ്മളെ വേക്കൻസിയിൽ തന്നെ ആയിരിക്കും വരുന്നുണ്ടായിരിക്കാം. നമുക്ക് ഈ ലിസ്റ്റിൽ തന്നെ ആയിരിക്കും കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. അതുപോലെ തന്നെ നന്നായിട്ട് നല്ല രീതിയിൽ പ്രൊമോഷൻ സാധ്യതയുള്ള ഒരു പോസ്റ്റും കൂടിയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ജൂനിയർ ഇൻസ്ട്രക്ടർ പോസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. നല്ല രീതിയിലുള്ള ഒരു പ്രൊമോഷൻ സാധ്യതയുള്ള പോസ്റ്റ് തന്നെയാണ്. നിങ്ങൾ ഒരു ജൂനിയർ ഇൻസ്ട്രക്ടറിന്, സീനിയർ ഇൻസ്ട്രക്ടർ, അവിടുന്ന് ഗ്രൂപ്പ് ഇൻസ്ട്രക്ടർ, അങ്ങനെ പോയി നമുക്കൊരു BTech ഒക്കെ ഉള്ള ഒരാൾക്കാരാണെന്നുണ്ടെങ്കിൽ, നല്ല ഏജ് ലിമിറ്റൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു അഡീഷണൽ ഡയറക്ടർ വരെ ആവാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ് എന്ത് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ പ്രൊമോഷൻ സാധ്യത എങ്ങനെയാണെന്നുള്ളത്, നമ്മളിപ്പോൾ ഒരു ടീച്ചിങ് ജോബിനാണല്ലോ പോകുന്നത്, അപ്പോൾ അതിന്റെ പ്രൊമോഷൻ സാധ്യത നമ്മൾ എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. അതായത് അഡീഷണൽ ഡയറക്ടർ വരെ ആവാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ് എന്ത് ചെയ്യുന്നത്, ജൂനിയർ ഇൻസ്ട്രക്ടർ എന്ന് പറയുന്നത്. അതായത് അവിടെ നിന്ന് നമുക്ക് തുടങ്ങി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, ജൂനിയർ ഇൻസ്ട്രക്ടറിന് സീനിയർ ഇൻസ്ട്രക്ടർ ആവാം, സീനിയർ ഇൻസ്ട്രക്ടറിന് എന്ത് ചെയ്യാം, ഗ്രൂപ്പ് ഇൻസ്ട്രക്ടർ ആവാം, ഗ്രൂപ്പ് ഇൻസ്ട്രക്ടറിന് വൈസ് പ്രിൻസിപ്പൾ ആകുമ്പോഴേക്കും നമുക്ക് ഒരു ഗസറ്റഡ് ഓഫീസർ ആയി കേട്ടോ. ഗസറ്റഡ് ഓഫീസറായി അവിടെ നിന്ന് ഇപ്പോൾ പ്രിൻസിപ്പൽ ഗ്രേഡ് 2 എന്നാണ് പറഞ്ഞ പേരിലാണ് അത് അറിയപ്പെടുന്നത്. പിന്നെ പ്രിൻസിപ്പൽ, അവിടെ നമുക്ക് പിന്നീട് ഒന്ന് ഡെപ്യൂട്ടി ഡയറക്ടർ, ജോയിന്റ് ഡയറക്ടർ, അഡീഷണൽ ഡയറക്ടർ എന്ന് പറഞ്ഞിട്ട് ഓരോ പോസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, പ്രൊമോഷൻസ് വരുന്നുണ്ട്. അത് നമ്മളൊരു ഇതിനൊക്കെ അനുസരിച്ച് വരും. സീനിയർ ഇൻസ്ട്രക്ടർ ഒക്കെ ആവാൻ നമുക്ക് വളരെ ഈസി ആയിട്ടുള്ള ഒരു പ്രൊമോഷൻ കിട്ടുന്ന ഏരിയ ആണ്. ജൂനിയർ ഇൻസ്ട്രക്ടർ എന്ന് പറയുമ്പോൾ ഒരു ITയിൽ ഒന്ന് 2 3 ജൂനിയർ ഗ്രൂപ്പ് ഇൻസ്ട്രക്ടേഴ്സ് ഉണ്ടാവുള്ളൂ. അത് ITയുടെ വലുപ്പത്തിന് മേജർ IT ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചൊക്കെ ആയിരിക്കും ഉണ്ടാവുക. പിന്നെ നമുക്കറിയാമല്ലോ ബാക്കിയുള്ള പോസ്റ്റുകളൊക്കെ. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ള ബാക്കിയുള്ള പ്രൊമോഷൻസ് ഒക്കെ, അതായത് 1-2 പ്രൊമോഷൻസ് ഒക്കെ വളരെ ഈസി ആയിട്ട് നടക്കും. സീനിയർ ഇൻസ്ട്രക്ടർ ആവാം, ഗ്രൂപ്പ് ഇൻസ്ട്രക്ടറും ആവാം. അതൊക്കെ വളരെ ഈസി ആയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറച്ച് ഇയേഴ്സിനുള്ളിൽ തന്നെ നമുക്ക് പ്രൊമോഷൻസ് ചാൻസ് ഉള്ളതാണ്. പക്ഷെ ഇപ്പൊ നമുക്കറിയാം ഒരുവിധം ITകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പുതിയ കയറുന്ന ആളുകളാവുമ്പോൾ അതിനനുസരിച്ചുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പൊ ഇതാണ് എന്ത് ചെയ്യുന്നത്, നമ്മളൊരു ഓവറോൾ അതിന്റെ ഒരു ഇതെന്ന് പറയുന്നത്. നമുക്ക് നമ്മളൊരു പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട്, അതായത് ജൂനിയർ ഇൻസ്ട്രക്ടർ, ഇലക്ട്രീഷ്യനും വയർമാനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്നത്. ഇനി ഈ പോസ്റ്റുമായിട്ട് നമ്മളെ പ്രീവിയസ് ആയിട്ടുള്ള ഇതൊക്കെ നോക്കാം, കട്ട് ഓഫ് കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം. ഇതിന്റെ ക്വാളിഫിക്കേഷൻ, അതായത് ഈ ജോബ്, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്, എന്തെങ്കിലും ക്ലിയർ ആവാനോ, ഈ ഒരു ജോബുമായിട്ടോ അല്ലെങ്കിൽ ഈ ഒരു ഇതിന്റെ ക്വാളിഫിക്കേഷൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടോ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് അതൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് അടുത്ത നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത സെക്ഷൻ ആയിട്ട് നമ്മളെ കഴിഞ്ഞ എക്സാമുമായിട്ട് അതൊന്ന് ഡിസ്കസ് ചെയ്യാം. അതിന് കൂടെ ഞാൻ എന്ത് ചെയ്യാം, എക്സ്പീരിയൻസിന്റെ ഇത് ഞാൻ പറഞ്ഞു അല്ലെ. എക്സ്പീരിയൻസ് നമുക്ക് എന്ത് ചെയ്യാണ്, ഒന്ന് വർക്ക്ഷോപ്പ് അറ്റൻഡ് എക്സ്പീരിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പറ്റുന്നതാണ്. പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞു എന്താണ്, നിങ്ങൾ എവിടെയാണോ വർക്ക് ചെയ്യുന്നത് അവിടെ, ഇതാണ് ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിന്റെ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത്. എവിടെയാണോ വർക്ക് ചെയ്തിട്ടുള്ളത് അവിടെ നിന്ന് സൈൻ ചെയ്യണം. അതിന്റെ കൂടെ നമ്മൾ ഈ എത്ര വർക്ക് ചെയ്തു എന്നുള്ളത് നമ്മളൊരു ലേബർ ഓഫീസർ അല്ലെങ്കിൽ നോട്ടിഫൈഡ് എൻഫോഴ്സ്മെന്റ് ഓഫീസർ ആസ് പെർ ദ ആക്ട് ആൻഡ് റൂൾസ് പ്രകാരം എന്ത് ചെയ്യണം, നമുക്ക് സൈൻ ചെയ്ത് തരണം കേട്ടോ. അതും കൂടി നമുക്ക് വേണ്ടതാണ്. PSCക്ക് ആവുമ്പോൾ ഈ ഒരു ലേബർ ഓഫീസർ സൈൻ ചെയ്ത എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും കൂടി നമ്മൾ എന്ത് ചെയ്യണം, അതിന്റെ കൂടെ കൊടുക്കണം. അപ്പൊ ഈ ITക്ക് ഉള്ളവർ എന്ത് ചെയ്യണം, അതിന്റെ എക്സ്പീരിയൻസിന്റെ ഇത് എങ്ങനെയാന്നുള്ളതും കൂടി ഒന്ന് നോക്കിയിട്ട്
അതെങ്ങനെയൊക്കെ അതിന്റെ സർട്ടിഫിക്കറ്റ് എങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് ഒന്ന് സ്റ്റാർട്ടിങ് മുതലേ ഒന്ന് ശ്രമിച്ചു തുടങ്ങുക. കാരണം അങ്ങനെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് അപ്ലൈ ചെയ്യാൻ അത് ഇപ്പൊ അതിലേക്ക് വെബ്സൈറ്റിലേക്ക് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്ത് ചെയ്യാം, നമ്മളെ എക്സ്പീരിയൻസ് കാര്യങ്ങളെ വെച്ചിട്ട് ഡിക്ലറേഷനിൽ നമ്മൾ എക്സ്പീരിയൻസ് കാണിച്ചാൽ മതി. എക്സ്പീരിയൻസ് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. ഡിക്ലറേഷൻ നിങ്ങൾ കൊടുക്കുമ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെ, ഡിക്ലറേഷൻ കൊടുക്കാൻ കണ്ടിട്ടുണ്ടാവും അല്ലെ. അപ്പൊ അതിൽ നമുക്ക് എന്ത് ചെയ്യാം, എക്സ്പീരിയൻസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. എത്ര മാസത്തെ എക്സ്പീരിയൻസ് ആണ് എന്നുള്ള രീതിയിലാവും കൊടുക്കേണ്ടത്. 36 months ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, എക്സ്പീരിയൻസ് വേണ്ടത്. NIC ആണെന്നുണ്ടെങ്കിൽ 12 months എക്സ്പീരിയൻസ് ആണ് വേണ്ടത്. മന്ത്സ് ആയിട്ട് നമുക്ക് കൊടുത്തിട്ട് എക്സ്പീരിയൻസ് ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഓൾറെഡി കൊടുക്കാൻ അറിയാലോ അല്ലെ, ഡിക്ലറേഷനിൽ കൊടുക്കാൻ അറിയാലോ. ഡിക്ലറേഷൻ ചെയ്താൽ മതി, എക്സ്പീരിയൻസും കൂടി ആഡ് ചെയ്താൽ മതി. അവിടെ നമുക്ക് എത്ര മന്ത്സ് ആണെന്നുള്ളത് ആഡ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കൊടുക്കാം കേട്ടോ. അപ്പൊ അങ്ങനെ പോസ്റ്റ് ചെയ്ത് കൊടുക്കാം. കൊടുത്തിട്ട് പിന്നെ എന്ത് ചെയ്യണം, ഈ ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിന്റെ കാര്യം കൂടി അതിന് കൂടെ നോക്കി വെക്കണം. അത് ക്ലിയർ ആക്കി വെക്കുക. അത് നമുക്ക് എന്ത് ചെയ്യണം, എക്സാം എഴുതുമ്പോൾ നമ്മൾ ഒരു കോൺഫിഡൻസിൽ പോയിട്ട് എക്സാം എഴുതണം എന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ സാധനങ്ങളും എന്തായിരിക്കണം, ക്ലിയർ ആയിരിക്കണം അല്ലെ. ആ ജോബ് നമുക്ക് കിട്ടും എന്നുള്ള ഒരു രീതിയിലേക്ക് ആയിട്ട് വരുന്നു നമ്മൾ എന്ത് ചെയ്യണം, എക്സാം എഴുതുന്നത്. അപ്പൊ അതും കൂടി എന്ത് ചെയ്യുക, അതിന്റെ കൂടെ സെറ്റ് ആക്കി വെക്കുക. അപ്പൊ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും ഈ ഒരു പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടോ ഇതിന്റെ ക്വാളിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടോ അതായത് ഇതിലെങ്ങനെയാണ് വർക്കിംഗ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടോ എങ്ങനെയും കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ടിട്ടോ ഒരു ഡൗട്ട് ഉണ്ടോ? നിങ്ങൾ എല്ലാം മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യാം, ഇതിലേക്ക് പഠിക്കാൻ തുടങ്ങുക, ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? സർ പറയൂ. എന്റെ പ്രൊഫൈലിൽ ഇപ്പോ നിലവിൽ അപ്ലൈ നൗ എന്ന് കാണിക്കുന്നത് ഇലക്ട്രോണിക് മെക്കാനിക്കിന് മാത്രമാണ്. ഈ ജൂനിയർ ഇൻസ്ട്രക്ടർ വയർമാനോ ഇലക്ട്രീഷ്യനോ കാണിക്കുന്നില്ല. ഏതായിരുന്നു? ഇതാണോ, ഡിപ്ലോമ ആയിരുന്നോ? ഞാൻ ITI ഇലക്ട്രീഷ്യൻ, അത് കഴിഞ്ഞിട്ട് ഡിപ്ലോമ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആയിരുന്നു. അതില് ഈക്വൽ ആൻഡ് ഇത് വരുന്നില്ലേ, അങ്ങനെ ഈക്വൽ ആൻഡ് ഹയർ ക്വാളിഫിക്കേഷൻ വെച്ച് കൊടുക്കാൻ പറ്റുന്നില്ലേ? അത് ഞാൻ അപ്ലൈ ചെയ്യാൻ നോക്കിയിട്ടില്ല, അങ്ങനെ കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാനായിരുന്നു. പറ്റും. അതെന്താണ് സംഭവം എന്ന് വെച്ചാലേ, നമ്മള് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് ഇപ്പൊ ഇലക്ട്രോണിക്സ് മെക്കാനിക്കിൽ പറ്റുന്ന ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിന് അതിൽ പറയുന്നുണ്ട്. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഇപ്പോ നമ്മളെ പല ആൾക്കാർക്കുള്ള ഒരു പ്രശ്നമുണ്ട്. നമ്മൾ കൊടുക്കുന്ന സമയത്ത് പഴയ ഡിപ്ലോമ കഴിഞ്ഞവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ മാത്രം പണ്ടുണ്ടായിരുന്നു. PSC നമ്മളിങ്ങനെ കൊടുക്കുന്ന സമയത്ത് നമ്മൾ ആ ഒരു നമ്മളെ പോസ്റ്റ് കൊടുക്കല്ലോ, ക്വാളിഫിക്കേഷൻ ആഡ് ചെയ്യല്ലോ. അപ്പൊ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഒക്കെ വരുമ്പോൾ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഒക്കെ പോസ്റ്റ് വരുമ്പോൾ ഇത് വെറും ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഇപ്പൊ കണ്ടോ, ഇവിടെ നമ്മൾ കണ്ടോ, ഇലക്ട്രിക്കൽ ആൻഡ് ബിടെക് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അതേമാതിരി ഡിപ്ലോമ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അങ്ങനെ പറയുന്നതുകൊണ്ട് അവിടെ വരുന്ന ഒരു പ്രശ്നമാണത്. അത് രണ്ട് ക്വാളിഫിക്കേഷൻ, അതായത് നമ്മൾ കൊടുക്കുന്ന ക്വാളിഫിക്കേഷൻ എന്താണ്, ഒന്നെങ്കിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എന്നായിരിക്കും നമ്മൾ കൊടുത്തിട്ടുണ്ടാവുക. ഇവിടെ നമുക്ക് വരുമ്പോൾ എന്താ വരുന്നത്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എന്നാണ് വരുന്നത്. അപ്പൊ ആ ഒരു ക്വാളിഫിക്കേഷനിൽ വരുന്ന മിസ്മാച്ചിങ് കൊണ്ടാണ് അത് അങ്ങനെ കാണിക്കുന്നത് കേട്ടോ. അത് പ്രശ്നമല്ല. അത് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഈക്വൽ ആൻഡ് ഹയർ ക്വാളിഫിക്കേഷൻ ഇട്ടിട്ട് കൊടുത്താൽ മതി, ഒരു പ്രശ്നമില്ല അതിൽ. കാരണം ഒരു കുഴപ്പമില്ലാത്ത കാരണമാണ്. കാരണം ഇതെന്താണ്, നമുക്ക് പോളിടെക്നിക് ഡിപ്ലോമ ഉള്ളതാണ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിന് പറ്റുന്നതാണ്. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന ട്രിപ്പിൾ എന്ന് പറയുന്ന കോഴ്സ് നമ്മളെ കയ്യിലുള്ളതാണ്. ഒരു പ്രശ്നമില്ലാതെ, ഒരു ടെൻഷൻ അടിക്കാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ കോഴ്സിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. വേറെ എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ, വേറെ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. നമുക്ക് അടുത്ത ഇത് നോക്കാലോ, അതിന്റെ കട്ട് ഓഫ്, കഴിഞ്ഞ എക്സാമിന്റെ കട്ട് ഓഫും കാര്യങ്ങളൊക്കെ നോക്കാലോ. ഓക്കെ, അപ്പൊ ഇതില് നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ, അതിന്റെ പോസ്റ്റിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ നമുക്ക് രണ്ട് എക്സാമുകൾ, അതായത് ജൂനിയർ ഇൻസ്ട്രക്ടർ വയർമാനും ജൂനിയർ ഇൻസ്ട്രക്ടർ കഴിഞ്ഞ ഇലക്ട്രീഷ്യനും കഴിഞ്ഞ പ്രീവിയസ് ആയിട്ട് നമ്മളെ എക്സാമുകൾ നടന്നത്. രണ്ട് എക്സാമുകൾ നടന്നിട്ടുണ്ടായിരുന്നു. രണ്ടാം എക്സാമുകളുടെയും ഒരു ഡീറ്റെയിൽസ്, അതായത് നമ്മളെ പ്രീവിയസ് എക്സാംസിന്റെ ഡീറ്റെയിൽസ് നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പൊ നമ്മൾ ഏത് PSC എക്സാമിന് പഠിക്കുകയാണെങ്കിലും ജസ്റ്റ് അതിന്റെ പ്രീവിയസ് എക്സാമിന്റെ ഡീറ്റെയിൽസ് പ്ലസ് ക്വസ്റ്റ്യൻ പേപ്പർ വരെ നമ്മൾ എന്ത് ചെയ്യാം, ഒന്ന് എടുത്തു നോക്കാം കേട്ടോ. ക്വസ്റ്റ്യൻ പേപ്പർ വരെ നമ്മളൊന്ന് എടുത്തു നോക്കണം. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൽ എങ്ങനെയൊക്കെയാണ് അതിന്റെ കട്ട് ഓഫ് വന്നിട്ടുണ്ടായിരുന്നത്, എത്രയൊക്കെ വേക്കൻസി അവിടെ പോയിട്ട്, എത്രയൊക്കെ വേക്കൻസി അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു, എത്രയൊക്കെ വേക്കൻസിയാണ് അവിടെ എടുത്തിട്ടുള്ളത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ 2015 497/2015 നമുക്ക് ഇപ്പൊ നോട്ടിഫിക്കേഷൻ വന്ന പോലെ തന്നെ എക്സാക്ട്ലി സെയിം എന്ന് പറയാം. കാരണം 2015 ഏറ്റവും അവസാനം വന്ന നോട്ടിഫിക്കേഷൻസിൽ പെട്ടതായിരുന്നു എന്ത് ചെയ്യുന്നത്, ജൂനിയർ ഇൻസ്ട്രക്ടർ വയർമാൻ എന്ന് പറയുന്ന നോട്ടിഫിക്കേഷൻ. അതായത് 497/2015 എന്ന് പറയുന്ന ആ ഒരു നോട്ടിഫിക്കേഷൻ. ആ നോട്ടിഫിക്കേഷൻ പ്രകാരം നമുക്ക് വേക്കൻസി വന്നിട്ടുണ്ടായിരുന്നത് 4 വേക്കൻസി ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. 4 വേക്കൻസി ആയിരുന്നു. 4 വേക്കൻസി വന്നു. അതിന് അപ്ലൈ ചെയ്യുന്ന ഡേറ്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എക്സാംസ് നടന്ന അതിന്റെ ഷോർട്ട് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്തു. ഇപ്പൊ എക്സാംസ് നടന്നിട്ടായിരുന്നത് 19/8 കേട്ടോ. 19/8/2016 എന്ത് ചെയ്തത്, 19/8/2016. അതായത് ഇപ്പോ 2016 സ്റ്റാർട്ടിങ്ങിൽ വന്നൊരു പോസ്റ്റ് ആയിരുന്നു അല്ലെ, നമുക്ക് ഇപ്പൊ വന്ന അതേപോലെ. അപ്പൊ നമ്മളൊരു എക്സാമിന്റെ ഏകദേശം ഒരു
സ്റ്റേജ് ഏകദേശം മന്താണ് ഇപ്പോ 8-ാം മാസം. നമ്മളോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, 8 അല്ല പറഞ്ഞിട്ടുള്ളത്, സെപ്റ്റംബർ മുതൽ നവംബർ വരെയുള്ള കാലഘട്ടങ്ങളിൽ നമ്മളെ എക്സാം നടക്കുമെന്ന് ഓൾറെഡി PSC പറഞ്ഞിട്ടുണ്ട്. നമ്മൾ 2023 ഡിസംബർ 1 തീയതി ആയിട്ട് എന്ത് PSCയുടെ ഒരു ടെന്റേറ്റീവ് ഷെഡ്യൂൾ വന്നിട്ടുണ്ടായിരുന്നു അല്ലെ. അതായത് 2024 എക്സാമിന്റെ ഷെഡ്യൂൾ ഇപ്പൊ നമ്മൾ നോക്കിയിട്ടുണ്ടാവും. നിങ്ങളൊക്കെ ജൂനിയർ ട്രേഡ്സ്മാൻ എക്സാമിനൊക്കെ അപേക്ഷിച്ചിട്ടുള്ളതായിരിക്കും. ട്രേഡ്സ്മാൻ എക്സാം ഒക്കെ നമുക്ക് ഏപ്രിലിൽ നടക്കും. ഏപ്രിൽ മുതൽ ജൂൺ വരെ നടക്കും എന്നുള്ളതൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അതുപോലെയാണ് എന്ത് ചെയ്യുന്നത്, ഈ വയർമാൻ എക്സാമും ഇലക്ട്രീഷ്യൻ എക്സാമും സെപ്റ്റംബർ മുതൽ നവംബർ വരെയുള്ള മാസങ്ങളിൽ നടക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ എക്സാക്ട്ലി സെയിം എന്ന് പറയാനുള്ള കാരണം അതാണ്. ഈ നോട്ടിഫിക്കേഷൻ 2497/2015 എന്തായിരുന്നു, അത് ലാസ്റ്റ് വന്നതായിരുന്നു. അതേപോലെ തന്നെ ഇവിടെ വന്നു 19/8/2016 അതിന്റെ എക്സാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ നമുക്ക് ഏകദേശം 9-10 മാസങ്ങളിലൊക്കെ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു എക്സാം പ്രതീക്ഷിക്കാം. അതിന്റെ കട്ട് ഓഫ് ഷോർട്ട് ലിസ്റ്റ് വന്നത് 2018 കേട്ടോ. 2018 എന്ത് ചെയ്തത്, ഷോർട്ട് ലിസ്റ്റ് വന്നത്. 2018 2-ാം മാസം എന്ത് ചെയ്തു, ഷോർട്ട് ലിസ്റ്റ് വന്നു. 2016 എക്സാം കഴിഞ്ഞ് ഷോർട്ട് ലിസ്റ്റ് നമുക്ക് ഇപ്പൊ അത്രത്തോളം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഇപ്പൊ ഒക്കെ ഒന്നും കൂടി ഫാസ്റ്റ് സ്റ്റെപ്പ് ആണ് എന്ത് ചെയ്യുന്നത്, ഷോർട്ട് ലിസ്റ്റ് വരുന്ന കാര്യങ്ങളൊക്കെ. ഇവിടെ നമുക്ക് ഷോർട്ട് ലിസ്റ്റ് വന്ന് 2016 എക്സാം കഴിഞ്ഞിട്ട് 2018 എന്ത് ചെയ്തത്, ഷോർട്ട് ലിസ്റ്റ് വന്നത്. അതിന്റെ കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് 67 മാർക്കായിരുന്നു കേട്ടോ. ജൂനിയർ ഇൻസ്ട്രക്ടർ വയർമാന്റെ കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് എത്രയായിരുന്നു, 67 മാർക്കായിരുന്നു അന്നത്തെ കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഞാൻ പറഞ്ഞല്ലോ, 4 വേക്കൻസി ആണ് ഉണ്ടായിരുന്നത്. ഈ 4 വേക്കൻസിയിൽ അതിന് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ 4 വേക്കൻസിയിൽ അന്ന് പോയിട്ടുള്ള അഡ്വൈസുകളുടെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ്, 43 അഡ്വൈസുകളാണ് എന്ത് ചെയ്ത് പോയിട്ടുള്ളത്. 43 അഡ്വൈസുകൾ എന്ത് ചെയ്തു അന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഏറ്റവും അവസാനമായിട്ട് അഡ്വൈസ് പോയത് അപ്പൊ ഏറ്റവും അവസാനത്തെ അഡ്വൈസ് പോയെന്ന് പറയുമ്പോൾ എന്താണ്, മെയിൻ ലിസ്റ്റ് വന്ന ആ ഒരു മെയിൻ ലിസ്റ്റിന്റെ എണ്ണം എത്രത്തോളം ആൾക്കാരുണ്ടായിരുന്നു നമുക്കിപ്പോ അതിൽ കറക്റ്റ് കിട്ടുന്നില്ല. അപ്പോൾ PSCയുടെ സൈറ്റ് പ്രകാരം ഈ മെയിൻ ലിസ്റ്റ് അവിടെ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, ഡിലീറ്റ് ആവുക എന്തോ ചെയ്തിട്ടുണ്ട്. അതൊരു മെയിൻ ലിസ്റ്റ് മാത്രമല്ല, നമുക്ക് ഇപ്പൊ ഈ ഡാറ്റാസ് ജൂനിയർ ഇൻസ്ട്രക്ടർ വയർമാന്റെ ഡാറ്റാസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. എന്ത് കാരണം വെച്ച് കഴിഞ്ഞാൽ സൈറ്റിൽ എന്തോ എറർ കഴിഞ്ഞിട്ട് നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാവും. 2-3 ദിവസം മുന്നേ PSCയുടെ വെബ്സൈറ്റ് ആകെ പോയിട്ട് ഇപ്പൊ 3-ാം തീയതി കഴിയുന്ന പോസ്റ്റുകൾക്കൊക്കെ നമുക്ക് 5-ാം തീയതി വരെയൊക്കെ ഡേറ്റും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് തോന്നുന്നുണ്ട് എന്തോ PSCയുടെ വെബ്സൈറ്റിൽ നിന്ന് ജൂനിയർ ഇൻസ്ട്രക്ടർ വയർമാന്റെ ഒരു ഡീറ്റെയിൽസ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഇതെല്ലാം പ്രീവിയസ് ആയിട്ട് നമ്മുടെ കയ്യിലുള്ള ഡീറ്റെയിൽസ് വെച്ചിട്ടാണ് ഇപ്പോൾ പറയുന്നത്. അപ്പൊ അതിന്റെ ഒരു മെയിൻ ലിസ്റ്റിന്റെ ഡീറ്റെയിൽസ് കിട്ടിയിട്ടില്ല, എത്രത്തോളം വേക്കൻസി അല്ലെങ്കിൽ എത്രത്തോളം ആൾക്കാർ ലിസ്റ്റിൽ ഇൻക്ലൂഡ് ആയിരുന്നു എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട്. ഏകദേശം നമുക്ക് നോക്കാം എത്രത്തോളം, ഒരു 10-250 ആളുകളാണ് തോന്നുന്നുണ്ട്, അത്രയാണെന്ന് എനിക്ക് തോന്നുന്നത്. കറക്റ്റ് ഇപ്പൊ അതിന്റെ കറക്റ്റ് ഒരു എണ്ണം ഓർമ്മയില്ല എത്ര ആണെന്നുള്ളത്. അപ്പോൾ ഏകദേശം ഒരു 5/11/2018, അതായത് 2/18 അതിന്റെ ഷോർട്ട് ലിസ്റ്റ് വന്ന് 5/11/18 ആയപ്പോൾ, അതായത് 11-ാം മാസം 2018 11-ാം മാസം ആയപ്പോഴേക്കും എന്ത് ചെയ്തു, അതിന്റെ ഫസ്റ്റ് അഡ്വൈസ് അല്ലെങ്കിൽ അതിന്റെ അത് മെയിൻ ലിസ്റ്റ് വന്നു തുടങ്ങി കേട്ടോ. അഡ്വൈസ് അല്ല, മെയിൻ ലിസ്റ്റ് വന്നു തുടങ്ങി. അത് എന്തായി, എഫക്റ്റീവ് ആയി അല്ലെ. പിന്നീട് ലാസ്റ്റ് അതായത് 43-ാമത്തെ അഡ്വൈസ് പോയത് എന്നാണ്, 7/11/2021 കേട്ടോ. ആ 7/11/2021 അഡ്വൈസ് പോയതിന് ശേഷമുള്ള ഒഴിവുകളാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇപ്പൊ നമുക്ക് തന്നിട്ടുള്ള ഈ ഒരു 8 ഒഴിവുകൾ എന്ന് പറയുന്നത്. അപ്പോ അത് 2 വർഷത്തെ ഒഴിവാണ് അല്ലെ. 2 വർഷത്തെ ഒഴിവാണ് ഈ 8 ഒഴിവ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഓരോ വർഷം കൂടുന്തോറും എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, ഒഴിവുകളുടെ എണ്ണവും കൂടുന്നുണ്ടാവും കേട്ടോ. അത് അതിന്റെ കൂടെ നമ്മൾ നോട്ട് ചെയ്ത് വെക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ജൂനിയർ ഇൻസ്ട്രക്ടർ വയർമാനുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. അപ്പൊ ഒരു കട്ട് ഓഫ് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, 67. ഇപ്പൊ ഈ ഒരു കട്ട് ഓഫ് നോക്കി നിൽക്കണം. ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞ പോലെ വേക്കൻസി നോക്കുന്നതിന്റെ കൂടെ തന്നെ പറയുന്നതാണ്, ഈ കട്ട് ഓഫ് എന്നുള്ള റേഞ്ചിലേക്ക് മാത്രം എന്ത് ചെയ്യരുത്, നമ്മളെ പഠനം ചുരുങ്ങി പോകരുത്. നമുക്ക് അറിയുന്നതാണ് അല്ലെ, ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ കട്ട് ഓഫ് എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് ആ ലിസ്റ്റിൽ കയറി പറ്റാനുള്ള ഒരു കാര്യം മാത്രമാണ്. നമുക്ക് എന്താ വേണ്ടത്, ഒരു ഹയർ മാർക്ക് തന്നെയാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് നോക്കുക. ഒപ്പം നമ്മളൊരു ഇന്റർവ്യൂ ഉണ്ടായിരിക്കും. ഇന്റർവ്യൂവിൽ എത്ര മാർക്കിനെ വരാം, 20 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ്, 20 മാർക്സ് ആയിരിക്കും ഇന്റർവ്യൂവിനുള്ളത്. 20 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് അല്ല, 20 മാർക്സ് ആണ് ഇന്റർവ്യൂവിനുള്ളത്. അതിനനുസരിച്ച് ഇന്റർവ്യൂവിൽ നമുക്ക് എന്ത് ചെയ്യാം, മാർക്കുകൾ സ്കോർ ചെയ്യാം. സ്കോർ ചെയ്യുന്നതിനനുസരിച്ചായിരിക്കും എന്ത് ചെയ്യുന്നത്, നമ്മളെ മെയിൻ ലിസ്റ്റ് വരുന്നത് കേട്ടോ. ഷോർട്ട് ലിസ്റ്റ് കഴിഞ്ഞിട്ടാണ് ഇന്റർവ്യൂ നടക്കുക. ഷോർട്ട് ലിസ്റ്റിലുള്ളവരാണ് എന്ത് ചെയ്യുക, ഇന്റർവ്യൂ നടത്തുക. ആ ഇന്റർവ്യൂ കഴിഞ്ഞിട്ടാണ് അതിനനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത്, മെയിൻ ലിസ്റ്റ് അല്ലെ, നമ്മളെ റാങ്ക് ലിസ്റ്റ് വരുന്നത്. അപ്പൊ അതിനാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഈ വേക്കൻസി അഡ്വൈസും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ടായിരിക്കും. അപ്പൊ അതാണ് നമ്മളെ വയർമാനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യം. അപ്പൊ ഈ ഒരു ഡേറ്റും അതിന്റെ ഒപ്പം നമുക്ക് എങ്ങനെ വന്നു എന്നുള്ളത്, ഇപ്പൊ നമുക്ക് വന്നത്, ഇപ്പൊ നമ്മളെ കാറ്റഗറി നമ്പർ നോക്കാം. അത് കഴിഞ്ഞ് ഇപ്പൊ നമ്മൾ വേക്കൻസി എത്രയായിരുന്നു, 8 എന്നാണ് അല്ലെ. വേക്കൻസി 8 എന്നായിരുന്നു.
അപ്പോൾ ഇപ്പൊ നമുക്ക് ഇപ്പൊ ഉള്ള വേക്കൻസി ആണ്, നിലവിലുള്ള വേക്കൻസി ആണെന്ന് പറഞ്ഞു അല്ലെ. കട്ട് ഓഫ് ഇനിയത്തെ എക്സാമിനൊക്കെ കട്ട് ഓഫ് എന്ന് പറയുന്നത് എന്താണ്, ഇപ്പൊ തന്നെ നമുക്കറിയാം കട്ട് ഓഫ് എന്ന് പറയുന്നത് ഏകദേശം എന്താണ്, കൂടിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. കട്ട് ഓഫ് കൂടാം, പക്ഷെ കട്ട് ഓഫ് എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് ഒരു എക്സാമിന് കട്ട് ഓഫ് എത്രയെന്ന് പറയാൻ പറ്റില്ല. എന്നാലും നമുക്ക് പൊതുവെ ടൈറ്റ് കൂടുന്നതെന്ന് ഇനിയിപ്പോ അത് നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും എത്രത്തോളം ഉണ്ടാവും കട്ട് ഓഫ് എന്നുള്ള കാര്യങ്ങൾ. പിന്നെ ലിസ്റ്റിന്റെ ലിസ്റ്റ് എത്രത്തോളം ഇടുന്നുണ്ട്, എത്രത്തോളം ഒരു വലിയ ലിസ്റ്റ് ആണ് ഇടുന്നതെന്നൊക്കെ വെച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, കട്ട് ഓഫ് വരുന്നത്. അപ്പൊ കഴിഞ്ഞ കട്ട് ഓഫ് എന്ന് പറയുന്നത് എത്രയായിരുന്നു, 67 മാർക്സ് ആയിരുന്നു കട്ട് ഓഫ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ, കട്ട് ഓഫ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഇനി അടുത്തത് നമ്മളെ ഇതാണ് അല്ലെ, ഇലക്ട്രീഷ്യൻ. അപ്പൊ അതിന്റെ ഒരു മുന്നേ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ PSC വെബ്സൈറ്റ് പ്രകാരമുള്ളതാണ്. 5/11/2018 മുതലാണ് ആ ഒരു ഇത് നിലവിൽ വന്നത്. 17/11/2021 ആയിരുന്നു. സോറി 17 ആണ് കേട്ടോ, 7 അല്ല 17 ആണ്. ഞാൻ ഇവിടെ കൊടുത്തല്ലോ മാറ്റുണ്ട്, 17/11 ആണ്. 17/11/2021 വരെ ആയിരുന്നു ലാസ്റ്റ് അഡ്വൈസ് വന്നിട്ടുണ്ടായിരുന്നത്. 43 അഡ്വൈസ് ആണ് മൊത്തം പോയത്. അപ്പൊ അഡ്വൈസിൽ OC എന്ന് പറയുന്നത് അത് നിങ്ങൾക്ക് അറിയാമല്ലോ, കാറ്റഗറി അനുസരിച്ചിട്ട് 36, SC ആണെങ്കിൽ സപ്ലിമെന്ററി ലിസ്റ്റ് 3 ആയിരുന്നു, ST ആണെങ്കിൽ സപ്ലിമെന്ററി ലിസ്റ്റ് 2 ആയിരുന്നു. അങ്ങനെയാണ് നമ്മൾക്ക് എന്ത് ചെയ്യുന്നത് ഓരോന്ന് വരുന്നത് കേട്ടോ. അപ്പൊ ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കാം. മുസ്ലിംസ് ആണെങ്കിൽ 49, OBC 39, LC ആണെന്നുണ്ടെങ്കിൽ സപ്ലിമെന്ററി ലിസ്റ്റ് 3 ആയിരുന്നു. അപ്പൊ ഓരോന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, അത് ജസ്റ്റ് നമുക്കൊരു അറിവിലേക്കുള്ള നിങ്ങളെ കാറ്റഗറി ഏതാ നോക്കിയിട്ട് അതിനനുസരിച്ച് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് എടുക്കുക, എത്രത്തോളം പോയിട്ടുണ്ട്, എത്രത്തോളം ആയിരുന്നു ആ ഒരു റാങ്ക് കേട്ടോ. ഇതൊക്കെ റാങ്ക് ആണ്, OC-യിൽ എത്ര റാങ്ക് ആണ് പോയിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് ടേൺസ് അനുസരിച്ചിട്ടാണല്ലോ പോവാ നമുക്ക് എടുക്കുന്നത്. അപ്പൊ അതിനനുസരിച്ചിട്ട് എത്രത്തോളം റാങ്ക് വന്നിരുന്നു എന്നുള്ള ഒരു ലിസ്റ്റ് ആണ് അവിടെ ഉള്ളത് കേട്ടോ. അപ്പൊ അതൊക്കെ ആ ഒരു പർട്ടിക്കുലർ ആപ്ലിക്കേഷൻ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വന്നിട്ടുള്ളതാണ്. അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത എക്സാമിനൊക്കെ അത് മാറ്റം വരാം. അതെന്നാലും നമ്മൾ എന്ത് ചെയ്യാം, ജസ്റ്റ് നോക്കി വെക്കുക എങ്ങനെയൊക്കെയാണ് അതിന്റെ വരുന്നത് എന്നുള്ളത്. ഇനി നമ്മളെ ഇലക്ട്രീഷ്യൻ എന്തായിരുന്നു, 2016 വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇലക്ട്രീഷ്യൻ 2016 ഫസ്റ്റ് വേക്കൻസി ആയിട്ട്, ഫസ്റ്റ് നോട്ടിഫിക്കേഷൻ ആയിട്ട് ഇട്ടതായിരുന്നു ജൂനിയർ ഇൻസ്ട്രക്ടർ ഇലക്ട്രീഷ്യൻ എന്ന് പറയുന്നത്. അവിടെ 24 വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. 24 വേക്കൻസി ആ ജൂനിയർ ഇൻസ്ട്രക്ടർ ഇലക്ട്രീഷ്യൻ വന്നപ്പോൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ പറഞ്ഞു, ഒരുപാട് ITIകൾ ആ ഒരു കാലഘട്ടങ്ങളിൽ ഇലക്ട്രീഷ്യൻ എന്ന് പറയുന്ന ഇത് തുടങ്ങി. അതുകൊണ്ടാണ് എന്ത് ചെയ്ത് അത്രത്തോളം വേക്കൻസി അവിടെ വന്നിട്ടുള്ളത്. 24 വേക്കൻസി വന്നിട്ടുണ്ടായിരുന്നു. കട്ട് ഓഫ് എന്ന് പറയുന്നത് നമ്മളെ വയർമാനേക്കാളും കുറച്ച് കട്ട് ഓഫ് ആയിരുന്നു ഇവിടെ വന്നിട്ടുള്ളത്, 61.67. പക്ഷെ അത് നമ്മൾ നോക്കുമ്പോൾ എന്താണ്, ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അതിൽ വേക്കൻസിന്റെ എണ്ണം കൂടുതലായിരുന്നു അല്ലെ. 24 വേക്കൻസി ഉണ്ടായിരുന്നു, 61.67 ആയിരുന്നു അതിന്റെ കട്ട് ഓഫ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിന്റെ ഇത് എത്രയായിരുന്നു, നമുക്ക് ടോട്ടൽ അഡ്വൈസ് പോയത് എത്രയായിരുന്നു, ടോട്ടൽ അഡ്വൈസ് എന്ന് പറയുന്നത് 90 അഡ്വൈസ് ടോട്ടൽ ആയിട്ട് അതിന് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. 90 ആയിരുന്നു അതിന്റെ ടോട്ടൽ അഡ്വൈസ് പോയിട്ടുണ്ടായിരുന്നത്. 1/7/2022 ആണ് എന്ത് ചെയ്യുന്നത്, ലാസ്റ്റ് അഡ്വൈസ് പോയ എന്ന് പറയുന്നത്. അപ്പോൾ ജൂനിയർ ഇൻസ്ട്രക്ടർ ഇലക്ട്രീഷ്യന്റെ കാര്യത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് നോട്ടിഫിക്കേഷൻ നമ്മൾ പറഞ്ഞു 2016 എക്സാമിന്റെ ഡേറ്റ് എന്ന് പറയുന്നത് 2017 കേട്ടോ. 2017 2-ാം മാസമാണ് എക്സാം നടന്നത്. 2/2017 എന്ത് ചെയ്ത് എക്സാം നടന്നിട്ടുണ്ടായിരുന്നത്. എക്സാം നടന്ന് ഷോർട്ട് ലിസ്റ്റ് 2018 എന്ത് ചെയ്തു, 9-ാം മാസം ഷോർട്ട് ലിസ്റ്റ് വന്നു. 2018 9-ാം മാസം ഷോർട്ട് ലിസ്റ്റ് വന്നു. അവിടെയാണ് കട്ട് ഓഫ് നമ്മൾ പറഞ്ഞത് 61.67 എന്ന് പറഞ്ഞു അല്ലെ. അവിടെ അത് കഴിഞ്ഞ് നമ്മളെ മെയിൻ ലിസ്റ്റ് 2019 മെയിൻ ലിസ്റ്റ് വന്നു കേട്ടോ. 2019 മെയിൻ ലിസ്റ്റ് എഫക്റ്റീവ് ആയി തുടങ്ങി. അതായത് നമുക്ക് ആ ഒരു പോസ്റ്റ് എഫക്റ്റീവ് ആയി തുടങ്ങിയത് എന്ന് മുതലാണ്. അത് എഫക്റ്റീവ് എന്ന് പറയുന്നത് അത് കഴിഞ്ഞ് 3 വർഷം എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ഒരു പോസ്റ്റിന്റെ കാലാവധി എന്ന് പറയുന്നത് അല്ലെ. എന്ന് മുതലാണ് എഫക്ട് ചെയ്യുന്ന ഡേറ്റ്, DOE എന്ന് പറയുന്നത്. അതാണ് നമ്മളിപ്പോ നമ്മളെ അഡ്വൈസിൽ കൊടുത്തുള്ള ഈ DOE. അത് കഴിഞ്ഞ് 3 വർഷം വരെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പറയുന്നത്. കേട്ടോ 3/7/2019 ലാസ്റ്റ് അഡ്വൈസ് പോയത് എത്രയാണ്, 1/7/2022. അതായത് അവിടെ കഴിഞ്ഞു അല്ലെ. അവിടെ നമുക്ക് അത് എന്ത് ചെയ്യാണ്, നിർത്തി. അപ്പൊ 3 വർഷം അവിടെ തുടങ്ങിയിട്ട് 3 വർഷം എന്നാണ് എന്ത് ചെയ്യാം അതിൽ വരിക. അപ്പൊ 1/7/2022, 2019, 3/7/2019 ആയിരുന്നു മെയിൻ ലിസ്റ്റ് അതായത് നിലവിൽ വന്നത്. ഇനി ഇതിൽ നമ്മൾ 24 വേക്കൻസി അല്ല ഉണ്ടായിരുന്നത്. 24 വേക്കൻസിക്ക് അനുസരിച്ച് അവരിട്ട മെയിൻ ലിസ്റ്റിനകത്ത്, PSC ഇട്ട മെയിൻ ലിസ്റ്റിനകത്ത് 283 പേരാണ് ടോട്ടൽ ഉണ്ടായിരുന്നത് കേട്ടോ. 200. അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ എന്താണ്, 90 ആയിരുന്നു അതിന്റെ അഡ്വൈസ് പോയത് അല്ലെ. 90 അഡ്വൈസ് പോയിട്ടുണ്ടായിരുന്നു. 283 ആണ് അതിൽ എന്ത് ചെയ്തിട്ടുള്ളത്, മെയിൻ ലിസ്റ്റ് ഇട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിന്റെ അഡ്വൈസ് ഡീറ്റെയിൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ എന്താണ് 90 അഡ്വൈസ് പോയിട്ടുണ്ടായിരുന്നു. 90 അഡ്വൈസ് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് പറയാം എന്താണ്, 3/7/2019 മുതലാണ് എഫക്റ്റീവ് ആയത്. 1/7/2022 വരെയാണ് എന്ത് ചെയ്യുക ആ അതിന്റെ ലാസ്റ്റ് അഡ്വൈസ് പോയിട്ടുണ്ടായിരുന്നു അല്ലെ. OC ഉണ്ടായിരുന്നത് എടുത്ത് പറയുന്നത് ജസ്റ്റ് നമ്മൾ നോക്കുക ഏതൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് വരുന്നത് എന്നുള്ളത്. ഒന്നും എങ്ങനെയാണ് അതിന്റെ LC എങ്ങനെയൊക്കെയാണ് പോയിട്ടുള്ളത് നിങ്ങളെ കാറ്റഗറി അനുസരിച്ച് നിങ്ങൾ നോക്കിയാൽ മതി കേട്ടോ. അത് നമ്മൾ
ഉണ്ടെങ്കിൽ വെബ്സൈറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റയാണിത്. അത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം നോക്കാം കേട്ടോ. ലാസ്റ്റ് അഡ്വൈസിന്റെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ എന്ത് ചെയ്യാം ഈ ഒരു കട്ട് ഓഫ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നോക്കി വെക്കുക. അത് വെച്ചിട്ടായിരിക്കും നമ്മളൊരു അടുത്തൊരു എക്സാമിന് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എത്രത്തോളം അത് കോമ്പറ്റീറ്റീവ് ആയിരുന്നു, കോമ്പറ്റീഷൻ എത്രത്തോളം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വരുന്നത്. ഇനി അതിന്റെ ഒരു സിലബസ് എങ്ങനെയാണ് നമുക്ക് വരുന്നത് എന്നുള്ളത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് പറയാം. നമ്മളിപ്പോൾ ഇതിന്റെ സിലബസ് പറയുമ്പോൾ നമ്മൾ ഏത് എക്സാമിന് പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ സിലബസ് നോക്കുന്നുണ്ട്. അതിന്റെ ബേസ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ എന്താണെന്ന് നോക്കുക. അതാണ് നമ്മളെ സിലബസ്. അത് കഴിഞ്ഞ് നമുക്ക് PSC സിലബസ് തരൂല. PSC എപ്പോഴാണ് സിലബസ് തരാ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കൺഫർമേഷൻ ഒക്കെ വരുന്ന സമയത്ത് സിലബസ് വരുള്ളൂ. നമുക്കിപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ട്രേഡ്സ്മാൻ്റെ സിലബസ് നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുക. കാരണം നമുക്ക് ഏകദേശം എക്സാം ഒരു 3 മാസം ആയില്ല. ഇപ്പോൾ പറയുന്ന പ്രകാരമാണെങ്കിൽ ഏപ്രിൽ മെയ് ജൂൺ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 1-2 മാസത്തിനുള്ളിൽ 1-2 ഇപ്പോൾ ഒന്നാമത്തെ ജനുവരി മാസം ഫെബ്രുവരി മാസമൊക്കെ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യണം PSC അതിന്റെ കൺഫർമേഷൻ പ്ലസ് എന്ത് ചെയ്യണം സിലബസ് തരണം. നമ്മളൊരു 15-ാം തീയതി ഒക്കെ വെച്ചിട്ട് നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ആ ഒരു സിലബസ് കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ എക്സാം ഉണ്ടാവുമോ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ നമുക്ക് ആ ഒരു PSC സിലബസ് തരും. ഇനി അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ, അതായത് ഏറ്റവും ബേസ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ എന്താണെന്ന് നോക്കുക. ഇപ്പോൾ ഈ ഒരു എക്സാമിന്റെ ബേസ് ക്വാളിഫിക്കേഷൻ എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞു ഡിപ്ലോമയാണെന്ന് പറഞ്ഞു അല്ലേ. പക്ഷെ ഡിപ്ലോമ അല്ല, നമുക്ക് എന്ത് ചെയ്യാണ്, ഡിപ്ലോമ അല്ലാതെ തന്നെ ITA ഉള്ളവർക്കും ഈ ഒരു പോസ്റ്റിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് അല്ലേ. ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ITA ആയിരിക്കും ഇതിന്റെ ബേസ് ആയിട്ടുള്ള എക്സാം സിലബസ് ആയിട്ട് എടുക്കുന്നത് കേട്ടോ. ITA അതേ സിലബസ്. നമുക്ക് ITA-യിലാണല്ലോ നമ്മളിപ്പോ ജൂനിയർ ഇൻസ്ട്രക്ടർ എന്ന് പറയുന്നത് എന്താണ്, ITA-യിലെ ഒരു ജോബ് ആണല്ലോ. അപ്പൊ ആ ITA-യിലെ സിലബസ് ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നത്, സെയിം സിലബസ് ആയിരിക്കും നമുക്ക് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ ആ ഒരു 2016 വന്ന നോട്ടിഫിക്കേഷൻ, 2 നോട്ടിഫിക്കേഷൻ, 2015 വന്ന നോട്ടിഫിക്കേഷനും 2016 വന്ന നോട്ടിഫിക്കേഷനൊക്കെ പ്രകാരം നമുക്ക് അങ്ങനെ സിലബസ് തരുന്നവരുണ്ടായിരുന്നില്ല അല്ലെ. അതുപോലെ തന്നെ ജനറൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ആഡ് ഉണ്ടായിരുന്നു അതില്. ഇപ്പൊ നമുക്ക് ജനറൽ ക്വസ്റ്റ്യൻസ് ഇല്ല. 2015 നോട്ടിഫിക്കേഷൻ പ്രകാരം എക്സാം ആണെങ്കിലും, അതായത് വയർമാൻ എക്സാം ആണെന്നുണ്ടെങ്കിലും ഇലക്ട്രീഷ്യൻ എക്സാം ആണെന്നുണ്ടെങ്കിലും ഒക്കെ അവിടെ 20 മാർക്കിന്റെ ജനറൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒഴിവാക്കി നിങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലെ. അപ്പൊ സിലബസും തരുന്നത് പൂർണ്ണമായിട്ടും ITA-യുടെ, അതായത് ITA ഇലക്ട്രീഷ്യനുമായിട്ട് ബന്ധപ്പെട്ടുള്ള സിലബസ് ഏതിന്റെയാണ്, നമ്മൾ ഇലക്ട്രീഷ്യന്റെ സിലബസ് വരുന്നത്. മറ്റൊന്ന് ITA വയർമാനുമായുള്ള സിലബസ് ആയിരിക്കും നമുക്ക് പൂർണ്ണമായിട്ടും വരുന്നുണ്ടായിരിക്കും കേട്ടോ. അപ്പൊ അതില് ഈ ഒരു വർക്ക്ഷോപ്പ് കാൽക്കുലേഷൻ ആൻഡ് സയൻസ് എഞ്ചിനീയറിംഗ് ഡ്രോയിങ് നമ്മൾ പഠിപ്പിക്കേണ്ട അല്ല എന്ന് പറഞ്ഞു. അതിനൊരു എക്സ്ട്രാ ACD ഇൻസ്ട്രക്ടർ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു അല്ലെ. ചില എക്സാമുകൾ, ചില ജൂനിയർ ഇൻസ്ട്രക്ടർ എക്സാമുകൾക്ക് കൂടെ ഈ സിലബസിന്റെ കൂടെ ഇതും കൂടി കൊടുത്ത് കാണാറുണ്ട്. അതായത് ഈ ഒരു WSS, അതായത് വർക്ക്ഷോപ്പ് കാൽക്കുലേഷൻ ആൻഡ് സയൻസും അതുപോലെ തന്നെ എന്ത് ചെയ്യണ്ട് എഞ്ചിനീയറിംഗ് ഡ്രോയിങ് ഒക്കെ കൊടുത്ത് കാണാറുണ്ട്. അതെല്ലാത്തിനും ഇല്ല. ചില ട്രേഡുകൾ പറയുന്ന സമയത്ത് ആ ചില ട്രേഡുകളുടെ എക്സാംസിന് എന്ത് ചെയ്യുന്നുണ്ട്, സിലബസ് പറയുന്നതിന്റെ കൂടെ ഇതും കൂടെ എടുത്ത് കാണാറുണ്ട്. അല്ലെങ്കിൽ പഴയ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1-2 ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതൊന്ന് ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോ ഇനി പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇതിലേക്ക് വല്ലാതെ കൊടുക്കണ്ട. ഈ WCS, അതായത് വർക്ക്ഷോപ്പ് കാൽക്കുലേഷൻ ആൻഡ് സയൻസ്, ACD എന്ന് പറയുന്ന സബ്ജക്റ്റ് ആണത്. വർക്ക്ഷോപ്പ് കാൽക്കുലേഷൻ ആൻഡ് സയൻസ് എഞ്ചിനീയറിംഗ് ഡ്രോയിങ് എന്ന് പറയുന്ന സബ്ജക്റ്റ് ഒന്നും നമ്മൾ എന്ത് ചെയ്യേണ്ട, അത്ര ഇപ്പൊ നമ്മൾ നോക്കണ്ട. പിന്നീട് നമുക്ക് അത് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പഠിച്ചു പോകാം. പിന്നെ നമ്മളിപ്പോൾ വയർമാൻ പഠിക്കുകയാണെന്നുണ്ടെങ്കിലും ഇലക്ട്രീഷ്യൻ പഠിക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് അറിയാല്ലേ, കോമൺലി ആയിട്ട് വരുന്ന കുറെ കാര്യങ്ങൾ അതിലുണ്ടായിരിക്കും. കോമൺലി ആയിട്ട് നമുക്ക് വരുന്ന കുറെ കാര്യങ്ങൾ എന്തുണ്ടായിരിക്കും, അതിലുണ്ടാവും. കോമൺലി നമ്മൾ ഇതിൽ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ, അതായത് ഇപ്പോൾ ട്രേഡ് ഇൻസ്ട്രക്ടർ എക്സാം, അതായത് ജൂനിയർ ഇൻസ്ട്രക്ടർ എക്സാം എഴുതുകയാണെങ്കിൽ തന്നെ അതിൽ കോമൺലി വരുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റത്തെ ഈ ഒരു മൊഡ്യൂൾ 1 എന്ന് പറയുന്ന സേഫ്റ്റി, ഫസ്റ്റ് എയ്ഡ്, ട്രേഡ് ടൂൾസ് എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ എന്താണ്, ജൂനിയർ ഇൻസ്ട്രക്ടർ എക്സാം ഇലക്ട്രീഷ്യൻ ആണെന്നുണ്ടെങ്കിലും വയർമാൻ എക്സാമിനാണെങ്കിലും ഒരുപോലെ വരുന്ന ഇതാണ്. അതേപോലെ തന്നെ ഫണ്ടമെന്റൽ ഓഫ് ഇലക്ട്രിസിറ്റി ഒരുപോലെ വരുന്നതാണ്. ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആൻഡ് ഇലക്ട്രോ മാഗ്നറ്റിസം അതും ഒന്നാണ്. ഫണ്ടമെന്റൽ ഓഫ് AC സിസ്റ്റം എർത്തിങ് അതും ഒന്നാണ്. കെമിക്കൽ എഫക്ട് ഓഫ് ഇലക്ട്രിക് കറന്റ് ആൻഡ് വയറിങ് ഇതും വരുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. പിന്നീട് നമുക്ക് ഇലക്ട്രീഷ്യന്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ഇതെല്ലാം ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ പോകുന്നില്ല. സിലബസ് നിങ്ങൾ എന്ത് ചെയ്യാം, നമുക്ക് ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ എല്ലാ സിലബസും എടുത്ത് പറയുന്നില്ല. നമുക്കൊരു ഇതായിട്ട് പറയാം കേട്ടോ. ഇതിൽ കോമൺ ആയിട്ട് വരുന്നതാണ് പറയുന്നത്. ബാക്കിയുള്ള വരുന്ന ഭാഗത്തിലായിരിക്കും കുറച്ച് മാറ്റം വരുന്നത്. രണ്ടും കൂടി നമുക്ക് നോക്കുമ്പോൾ കമ്പയർ ചെയ്യാം അല്ലെ. ഈ സേഫ്റ്റി ഫസ്റ്റ് എയ്ഡ് എന്നൊക്കെ പറയുന്നത്, അതുപോലെ തന്നെ ട്രേഡ് ടൂൾ എന്നൊക്കെ പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു ജൂനിയർ ഇൻസ്ട്രക്ടർ എക്സാംസിനൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഏരിയയാണ്. മറ്റുള്ള എക്സാമുകൾക്കൊന്നും നമ്മൾ അങ്ങനെ അത്രത്തോളം ചോദിച്ചു കാണാത്തുള്ളൂ. എന്നാൽ ജൂനിയർ ഇൻസ്ട്രക്ടർ എക്സാമുകൾക്ക് കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ഏരിയ ആണ് എന്ത് ചെയ്യുന്നത്, ഈ സേഫ്റ്റി ഫസ്റ്റ് എയ്ഡ്, അതുപോലെ തന്നെ ട്രേഡ് ടൂൾസ് എന്നൊക്കെ പറയുന്ന ഏരിയ എന്ന് പറയുന്നത്.
പിന്നെ നമുക്കറിയാലോ ഫണ്ടമെന്റൽസ് ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് അല്ലെ. ഫണ്ടമെന്റൽസ് ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളെ വോൾട്ടേജ്, കറണ്ട്, റെസിസ്റ്റൻസ്, അങ്ങനത്തെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിരിക്കും അല്ലെ കൂടുതലായിട്ടും പഠിക്കേണ്ടത്. അപ്പൊ നമ്മൾ ഓൾറെഡി പഠിക്കുന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കും ഫണ്ടമെന്റൽ ഓഫ് ഇലക്ട്രിസിറ്റിക്ക് വരുന്നുണ്ടായിരിക്കും. അതേപോലെ തന്നെ സീരീസ് സർക്യൂട്ട്, പാരലൽ സർക്യൂട്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഫണ്ടമെന്റൽസ് ഓഫ് ഇലക്ട്രിസിറ്റിക്കകത്ത് വരുന്നത്. പിന്നെന്താണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആൻഡ് ഇലക്ട്രോ മാഗ്നറ്റിസം അല്ലെ. ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആൻഡ് ഇലക്ട്രോ മാഗ്നറ്റിസം എന്ന് പറയുമ്പോൾ സ്റ്റാറ്റിക്സ് പ്രകാരം വരുന്ന കപ്പാസിറ്റർ, അതിന്റെ ടൈപ്സ്, ലോസ് ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക്സ്, ലോസ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിസമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്ന കാര്യങ്ങൾ, ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം. അതേപോലെ തന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ്, മാഗ്നറ്റിക് ടേംസ്, MMF, റിലക്റ്റൻസ്, അങ്ങനത്തെ മാഗ്നറ്റിക് ടേംസ് ഒക്കെ ബന്ധപ്പെട്ടിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ്, ലോസ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിസം, അതായത് ഇലക്ട്രോ മാഗ്നറ്റിസത്തിന്റെ ലോയ്ക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ്, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ, ലോസ് ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക്സ്, കപ്പാസിറ്റർ, അതിന്റെ ഫംഗ്ഷൻസ് ഒക്കെ വരുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നത് ആ ഒരു ഏരിയയിൽ നിന്ന് ചോദിക്കുന്നത്. ഇനി അടുത്ത എന്താണ് ഫണ്ടമെന്റൽസ് ഓഫ് AC സിസ്റ്റം ആൻഡ് എർത്തിങ് ആണ് അല്ലെ. ഫണ്ടമെന്റൽസ് ഓഫ് AC സിസ്റ്റം ആൻഡ് എർത്തിങ്. അപ്പോൾ ഇവിടെ നമ്മൾ ഇതാക്കുമ്പോഴേ ഈ സിലബസ് എടുക്കുമ്പോൾ ITI സിലബസ് ആണെന്ന് പറഞ്ഞു അല്ലെ. ITI സിലബസിന് തന്നെ മറ്റുള്ള എക്സാമുകൾ, വേറെ ഏതെങ്കിലും എക്സാമുകൾ നിങ്ങൾ എഴുതാറില്ലേ? ഏതൊക്കെ എക്സാമുകൾ ITI സിലബസിൽ എഴുതുന്ന എക്സാംസ്? ITI സിലബസിന്റെ വേറെ എക്സാമുകൾ എഴുതാറില്ലേ? ഇലക്ട്രീഷ്യൻ എക്സാം ഒക്കെ സിലബസ് നോക്കിയിട്ടുണ്ടോ? ഇലക്ട്രീഷ്യൻ, ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞ ട്രേഡ്സ്മാൻ ഒക്കെ സിലബസ് കണ്ടിട്ടുണ്ടായിരുന്നു? ഉണ്ടായിരുന്നു. അത് നമുക്ക് ഓൾറെഡി സെയിം സിലബസ് ആണ് അല്ലെ. നമ്മൾ ഓൾറെഡി 19 യൂസ് ചെയ്യുന്ന. അവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സിലബസ് ഇതിലേക്കുള്ള മാറ്റം, അതും ITI സിലബസ് ആണ് അല്ലെ. ഇതും ITI സിലബസ് ആണ്. പക്ഷെ ITIയിലുള്ള കുറച്ച് ഹയർ ആയിട്ടുള്ള എക്സാം ആണ് ശരിക്കും ഈ ഒരു ജൂനിയർ ഇൻസ്ട്രക്ടർ എന്ന് പറയുന്നത് കേട്ടോ. 2 എക്സാമുകളും തമ്മിലുള്ള പ്രധാനപ്പെട്ട മാറ്റം അതാണ്. രണ്ടും ITI സിലബസ് ആണ്. പക്ഷെ ഇത് അത്ര ഡിപ്ലോമ സിലബസിന്റെ ഒരു എക്സാം ആയിരിക്കില്ല. എന്നാൽ എന്ത് ചെയ്യാണ്, ITI സിലബസിൽ തന്നെ ഒരു ഹയർ ആയിരിക്കും. അപ്പൊ അതിൽ വരുന്ന പ്രധാനപ്പെട്ട മാറ്റം ഞാൻ ഈ പറഞ്ഞ ഈ ടൂൾസ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കും എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്, അത് തമ്മിലുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വ്യത്യാസം. പിന്നെ നമുക്കറിയാലോ മറ്റുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഓൾറെഡി ട്രേഡ്സ്മാൻ്റെ ഒക്കെ ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയിട്ടുണ്ടാവും അല്ലെ. ആ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ നമുക്ക് വരുന്നതിലും അതിൽ ഒന്നും കൂടി ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഈ ട്രേഡ്സ്മാൻ എന്നൊക്കെ പറയുന്നത് അല്ലെങ്കിൽ ഇലക്ട്രീഷ്യൻ എന്നൊക്കെ പറയുന്നത് ITI കോഴ്സ് അല്ലെങ്കിൽ ITI ബേസ് ചെയ്തിട്ടുള്ള എക്സാം ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ പോലും അവിടെ അത് നമുക്കൊരു ബേസ് ക്വാളിഫിക്കേഷൻ ആയിട്ട് ട്രേഡ്സ്മാന്റെ ബേസ് ക്വാളിഫിക്കേഷൻ നോക്കിയാൽ അറിയാം നമുക്ക് എന്താണ് THSLC പറയുന്നുണ്ട് അല്ലെ. ബേസ് ക്വാളിഫിക്കേഷൻ, ഏറ്റവും ബേസ് ആയിട്ടുള്ള ട്രേഡ്സ്മാന്റെ ക്വാളിഫിക്കേഷൻ എന്താണ്? THSLC ആണ്. അപ്പൊ അതുകൊണ്ടൊക്കെയാണ് അതേപോലെ ഈ ലൈൻമാൻ, ഇലക്ട്രീഷ്യൻ തുടങ്ങിയ എക്സാമുകൾക്കൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നും കൂടി താഴേക്ക് ITI ബേസ് ആയിട്ട് തന്നെ ഒന്നും കൂടി താഴേക്കുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചോദിക്കാനുള്ള ചാൻസ് അതുകൊണ്ടാണ് ചോദിക്കുന്നത് കേട്ടോ. അപ്പൊ അതുപോലെയുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആവില്ല ഇവിടെ വരിക. ഒന്നും കൂടി ടഫ് ആയിട്ടുള്ള, അതിലേറെ ഒന്നും കൂടി കൂടിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നത് ചോദിക്കുന്നത്. പിന്നെ എന്താ ഉള്ളത്? കെമിക്കൽ എഫക്ട് ഓഫ് ഇലക്ട്രിക് കറന്റ് ആൻഡ് വയറിംഗ് ആണ് അല്ലെ. കെമിക്കൽ എഫക്ട് ഓഫ് ഇലക്ട്രിക് കറന്റ് ആൻഡ് വയറിംഗ് ആണ്. അപ്പൊ അതിൽ നമുക്ക് പ്രധാനമായിട്ടോ ഈ മൊഡ്യൂൾ എന്നൊക്കെ പറഞ്ഞ് ഞാൻ നമ്മൾ ITI സിലബസ് അനുസരിച്ചിട്ട് ഉണ്ടാക്കിയ ഒരു മൊഡ്യൂളാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഇത് പ്രീവിയസ് ആയിട്ട് നമുക്ക് ഇങ്ങനെ ഒരു സിലബസ് ഒന്നും നമുക്ക് ഇല്ല. അതായത് പ്രീവിയസ് തന്നിട്ടുള്ള സിലബസ് ഇല്ല. നമ്മളിപ്പോ ഉള്ളത് ITI ഡിപ്ലോമ ബേസ് ആയിട്ടുള്ള ഒരു എക്സാമുകൾക്കുള്ള ഒരു സിലബസ് ഉണ്ട്. നമ്മൾ പറഞ്ഞ കഴിഞ്ഞ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ എക്സാം എഴുതിയിട്ടുണ്ടായിരിക്കും 2023 വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ എക്സാം ഒക്കെ. അപ്പൊ അതും ഇതും കൂടി ഡിപ്പെൻഡ്, അതായത് അതും നമ്മൾ NTC സിലബസും കൂടി ഉണ്ടാക്കിയിട്ട് അത് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു സിലബസ് ആണ്. ഈ മൊഡ്യൂൾ വൈസ് ഒക്കെ ആയിട്ട് പഠിക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോ മൊഡ്യൂളും അതിന്റെ ആ ഒരു മൊഡ്യൂൾ നമുക്ക് ക്ലിയർ ആയി എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പോകട്ടെ. അതുകൊണ്ടാണ് ഒരു മൊഡ്യൂൾ വൈസ് ആയിട്ട് ഇത് തരുന്നത്. നിങ്ങൾക്കൊരു ഇപ്പൊ തന്നെ ആ ഒരു പ്രൊഫഷണൽ ലെവലിൽ എന്ത് ചെയ്യാം, ഇത് നോക്കി വെക്കാം അല്ലെ, എങ്ങനെയൊക്കെയാണ് നമ്മുടെ മൊഡ്യൂളുകൾ വരുന്നത് എന്നുള്ളത്. പിന്നെ നമുക്ക് PSC സിലബസ് വരുമ്പോൾ എന്താണ് അതിനനുസരിച്ച് മാറ്റം വരുത്താം. അത് നമ്മൾ അതിന്റെ വെയിറ്റേജും കാര്യങ്ങളൊക്കെ ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഫിക്സ് ചെയ്തിട്ട് അതിനനുസരിച്ച് മാറ്റം വരുത്താം. ഇപ്പൊ നമുക്ക് ഓരോന്ന് എന്ത് ചെയ്യാം, ഇങ്ങനെ ഓരോ മൊഡ്യൂളുകളായിട്ട് പഠിച്ച് സ്റ്റെപ്പായിട്ട് പോകാൻ പറ്റും. അപ്പൊ അത്രയും കാര്യങ്ങൾ കേട്ടോ. കെമിക്കൽ എഫക്റ്റിലൊക്കെ വരിക, ബാറ്ററി, സെൽ ആൻഡ് ബാറ്ററി ഒക്കെ ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരാം. പിന്നെ കെയർ ആൻഡ് മെയിൻ്റെനൻസ്, IE റൂൾസ് എന്നൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ് വയറിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. പിന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വയറിങ്, അതുപോലെ തന്നെ ആക്സസറീസ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആക്സസറീസ്, ഇതെല്ലാം ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഏരിയ ആണ്. ഇനിയുള്ള എന്താണ് മെഷർമെന്റ്സ് ആൻഡ് മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ് അല്ലെ. മെഷർമെന്റ്സ് ആൻഡ് മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ് അവിടെ പ്രധാനമായിട്ട് നമുക്ക് അറിയാം എന്തൊക്കെയാണ്, ഏതൊക്കെ ടൈപ്പ് മെഷർമെന്റ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, ഏതൊക്കെ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റ് നമ്മൾ പറഞ്ഞിട്ടില്ലേ, റെക്കോർഡിംഗ് ഇൻസ്ട്രുമെന്റ്, ഇന്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിക്കാറുണ്ട്. ഈ ഇൻഡിക്കേറ്റിംഗിൽ തന്നെ വരുന്ന ഡിഫറെന്റ് ടൈപ്സ് ടോർക്കുകൾ ഏതൊക്കെയാണ് അല്ലെ. ടോർക്കുകളൊക്കെ നമ്മൾ പഠിക്കുന്നതല്ലേ. ആ ഭാഗത്തു നിന്നൊക്കെ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് അവിടെ
വരുന്നതാണ്. പിന്നെ സിംഗിൾ ഫേസിന്റെയും 3 ഫേസിന്റെയും പവർ മെഷർമെന്റ് ചോദിക്കാം. അതിന് 3 ഫേസിന്റെ പവർ മെഷർമെന്റ് കഴിഞ്ഞ ഇലക്ട്രീഷ്യൻ എക്സാംസിന് വരെ ഉണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ 3 ഫേസിന്റെ പവർ മെഷർമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അതൊക്കെ ഒരു ക്വസ്റ്റ്യൻ ആണ് 3 ഫേസിന്റെ പവർ മെഷർമെന്റ് എന്ന് പറയുന്നത്. പിന്നെ പല ടൈപ്പ് ഓഫ് മീറ്റേഴ്സ്, ഇപ്പോൾ പവർ ഫാക്ടർ മീറ്റർ, സിംഗ്രോസ്കോപ്പ്, POD മീറ്റർ, CRO മീറ്റർ, CT, PT എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, ഇതെല്ലാം ചോദിക്കുന്നതാണ്. മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സിന്റെ കാര്യത്തിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഏരിയ ആണ്. അപ്പോൾ ഒരു വിധത്തിൽ പറഞ്ഞാൽ ആ ഒരു സിലബസ് നമുക്ക് ഫുൾ ഉണ്ട്. പക്ഷെ അത് എത്രത്തോളം ഡീപ്പായിട്ട് പഠിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഡിപ്ലോമ എക്സാമിന്റെ അത്ര ഡീപ്പായിട്ട്, അതായത് ഡിപ്ലോമ എക്സാം നമ്മൾ നോക്കുമ്പോൾ എന്താണ് ഒന്നും കൂടി നമുക്ക് അതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി പഠിക്കണം അല്ലെ. പക്ഷെ ഇതെന്തായാലും എല്ലാം കൺസെപ്റ്റ് നമ്മൾ എല്ലാം പഠിച്ചു വെക്കണം. പക്ഷെ സിലബസിൽ കുറച്ചധികം പഠിക്കാനുണ്ടെന്ന് മാത്രം. പിന്നെന്താ ഉള്ളത്, ഇലുമിനേഷൻ, ട്രാൻസ്ഫോമർ ആൻഡ് ഡൊമസ്റ്റിക് അപ്ലയൻസസ് ആണ് അല്ലെ. ഇലുമിനേഷൻ, ട്രാൻസ്ഫോമർ ആൻഡ് ഡൊമസ്റ്റിക് അപ്ലയൻസസ്. ഇതില് ഇലുമിനേഷന് നമ്മളിപ്പോ ലോസ് ഓഫ് ഇലുമിനേഷൻ അല്ലേ, ലോസ് ഓഫ് ഇലുമിനേഷൻ എന്ത് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലാണ്. ട്രാൻസ്ഫോമറിന് പാരലൽ ഓപ്പറേഷൻ, EMFification ഒക്കെ ഇലക്ട്രീഷ്യന്റെ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളതാണ്. ഡൊമസ്റ്റിക് അപ്ലയൻസസ് നമ്മൾ കഴിഞ്ഞ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് എനിക്ക് തോന്നുന്നത് ഒരു ഇലക്ട്രിക് സ്റ്റവിന്റെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, അതോ അയൺ ബോക്സിന്റെ എന്തൊരു ക്വസ്റ്റ്യൻ, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. എന്റെ ഒരു ഓർമ്മ വെച്ചിട്ട് അങ്ങനെയാണ്. അയൺ ബോക്സിന്റെ എന്തൊരു ക്വസ്റ്റ്യൻ എന്തുണ്ട് ഇല്ല ഡൊമസ്റ്റിക് അപ്ലയൻസ് ചോദിച്ചിരുന്നു. അപ്പൊ ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. 3 ശബ്ദം ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതാണ്. ഇലുമിനേഷൻ ആണെന്നുണ്ടെങ്കിൽ ലോസ് ഓഫ് ഇലുമിനേഷൻ ഉണ്ട്, പിന്നെ ടൈപ്സ് ഓഫ് ലാംപ്സ് ഉണ്ട് അല്ലെ. മെർക്കുറി വേപ്പർ ലാമ്പ്, സോഡിയം വേപ്പർ ലാമ്പ് എന്നൊക്കെ പറയുന്ന ഏതൊക്കെ ലാമ്പുകളാണ്, നമ്മളെ ഇൻകാൻഡസൻ ലാമ്പ് ഒക്കെ ചോദിക്കുന്നതാണ് കേട്ടോ, ആ ഭാഗത്ത് നിന്ന് ചോദിക്കുന്നതാണ്. പിന്നെ ഉള്ളത് ട്രാൻസ്ഫോമർ. ട്രാൻസ്ഫോമർ നമുക്ക് അറിയാലോ, ബേസിക് പ്രിൻസിപ്പിൾ, കൺസ്ട്രക്ഷൻ, വർക്കിംഗ് ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. EMFification ഇമ്പോർട്ടന്റ് ആണ്, പാരലൽ ഓപ്പറേഷൻ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ 3 ഫേസ് ട്രാൻസ്ഫോമേഴ്സ്, അതിന്റെ കൂളിംഗ്, അതുപോലെ തന്നെ ബുക്കോൾസ് റിലേ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് പഠിക്കുന്ന കാര്യങ്ങൾ അല്ലെ. കൺസർവേറ്റർ ടാങ്ക്, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യണം. അതേപോലെ തന്നെ ഏതൊക്കെ ടൈപ്പ് കൂളിംഗ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഇതൊക്കെ നമുക്ക് ഏകദേശം ട്രേഡ്സ്മാനും വരുന്ന ഭാഗമാണ് അല്ലെ. നമുക്ക് ഓൾറെഡി ട്രേഡ്സ്മാൻ നമുക്ക് എക്സാം വരുന്നുണ്ട്. അപ്പൊ അതിലൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ ഇപ്പൊ ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ട്രേഡ്സ്മാൻ ഒന്നും കൂടി ഈസി ആണെന്ന് പറയാം. കാരണം ഈ അത്രത്തോളം സിലബസ് എന്ത് ചെയ്യുന്നില്ല, ട്രേഡ്സ്മാന് വരുന്നില്ല. അത്രത്തോളം ടൈറ്റ് എക്സാം അല്ല എന്ത് ചെയ്യുന്നത് ട്രേഡ്സ്മാന് വരുന്നത് അല്ലെ. പിന്നെന്താണ് എട്ടാമത്തായിട്ട് നമ്മൾ എന്താ പറഞ്ഞത്, DC മെഷീൻസും AC മെഷീൻസും പറയുന്ന ഒരു മൊഡ്യൂളാണ് അല്ലെ. ആ മൊഡ്യൂളിൽ നമുക്കറിയാം എന്തൊക്കെയാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്. DC ജനറേറ്റേഴ്സ്, DC ജനറേറ്ററും DC മോട്ടറും നോക്കുക, അതിന്റെ ടൈപ്പുകൾ, മോട്ടർ നോക്കുകയാണ്, അതിന്റെ സ്റ്റാർട്ടേഴ്സ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. സ്റ്റാർട്ടേഴ്സ് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു. അതേപോലെ തന്നെ AC മെഷീൻസിന്റെ കാര്യത്തിലാണ് ഈ AC മെഷീൻസിന്റെ കാര്യത്തിൽ ക്വസ്റ്റ്യൻസ് ഇപ്പോൾ കുറവായിട്ട് വരുന്നതാണ്. നമുക്കൊരു AC മെഷീൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് അല്ലെ. എന്തൊക്കെയാണ് 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടർ, സിങ്ക്രണസ് മോട്ടർ, സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടർ, ഓൾട്ടർനേറ്റർ, എന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് അല്ലെ. അപ്പൊ അതിന് ക്വസ്റ്റ്യൻസ് വരുന്ന ഇപ്പൊ കുറച്ച് കാര്യങ്ങളായിട്ട് ഇപ്പൊ കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നമ്മൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വരുന്നുണ്ട്. നമുക്ക് എന്നാലും അത്രത്തോളം എന്ത് ചെയ്യുന്നില്ല, ക്വസ്റ്റ്യൻ വരുന്നില്ല. ഓൾറെഡി ട്രാൻസ്ഫോമർ നമ്മൾ മുകളിൽ പോവുകയും ചെയ്തു. ട്രാൻസ്ഫോമറാണ് പിന്നെയും കുറച്ച് എന്ത് ചെയ്യുന്നത് ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയ എന്ന് പറയുന്നത്. നമ്മൾ ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞല്ല, നമുക്ക് അതെല്ലാം എന്ത് ചെയ്യണം, ക്ലിയർ ആണ്. ഈ മോട്ടോഴ്സ് എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, ഈ സിലബസിനകത്ത് വരുന്നുണ്ട് കേട്ടോ. ഇൻഡക്ഷൻ മോട്ടറൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിച്ചൊരു ഏരിയ ആണ് എന്ത് ചെയ്യുന്നത് ഈ ജൂനിയർ ഇൻസ്ട്രക്ടർ എക്സാംസിന് എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് നമുക്കുള്ള നമ്മൾ ട്രേഡ്സ്മാനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും മാറ്റം വരുന്നതാണ് ഈ ബേസിക് ഇലക്ട്രോണിക്സ്, ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്, പവർ ഇലക്ട്രോണിക്സ് ഒന്നും എന്ത് ചെയ്യില്ല, ക്വസ്റ്റ്യൻ ചോദിക്കാറില്ല. ഈ ട്രേഡ്സ്മാൻ എക്സാമിന് ബേസിക് ഇലക്ട്രോണിക്സ് അല്ലാതെ ഡിജിറ്റൽ ഇലക്ട്രോണിക്സോ പവർ ഇലക്ട്രോണിക്സോ ഒന്നും അങ്ങനെ അധികം വരാറില്ല. പക്ഷെ ഇതിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇതും കുറച്ചധികം ഉള്ളതാണ്. ബേസിക് ഇലക്ട്രോണിക്സിൽ നമുക്ക് സെമി കണ്ടക്ടർ, പി ടൈപ്പ്, എൻ ടൈപ്പ്, എക്സ്ട്രിൻസിക്, ഇന്റർസിക് സെമി കണ്ടക്ടർ, ക്ലാസിഫിക്കേഷൻ ഓഫ് ഡയോഡ്, റെക്ടിഫയർ, ട്രാൻസിസ്റ്റർ, ഇതെല്ലാം നമുക്ക് വരാം. അതേപോലെ തന്നെ നമ്മളെ ലോജിക് സർക്യൂട്ടുകൾ, നമ്പർ സിസ്റ്റം തുടങ്ങിയ കാര്യങ്ങൾ വരാം. പിന്നെ നമ്മളെ പവർ ഇലക്ട്രോണിക്സിന്റെ അടുത്ത് പവർ ഇലക്ട്രോണിക്സ് കോമ്പോണന്റുകളായിട്ടുള്ള UJT, FET, ട്രയാക്ക്, ഡയാക്ക്, IGBT, SCR ഒക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചാണ് കഴിഞ്ഞ പ്രാവശ്യം. SCRന്റെ ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചാണ്. അപ്പോൾ അതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യാം, ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇനി ഏറ്റവും അവസാനം നമുക്ക് എന്താ വരുന്നത്, 10ാമത്തെ മൊഡ്യൂളിനടുത്ത് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സാധനം അല്ലെ, പവർ സിസ്റ്റം ആണ് വരുന്നത്. ആ പവർ സിസ്റ്റത്തിലെ എല്ലാ ജനറേഷൻ മെത്തേഡുകളും നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ പഠിച്ചു വെക്കണം. അതുപോലെ തന്നെ ട്രാൻസ്മിഷൻ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കാണ് കേട്ടോ ഈ DC AC മെഷീൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഇലക്ട്രോണിക്സ് ടോപ്പിക് നമുക്ക് ഏറ്റവും കൂടുതൽ കുറച്ചും കൂടി വരുന്ന ഒരു ടോപ്പിക്കാണ് അല്ലെ. ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്, പവർ ഇലക്ട്രോണിക്സ് ഒക്കെ ക്വസ്റ്റ്യൻസ് വരാം. പിന്നെ 10ാമത്തെ മൊഡ്യൂളിലായുള്ള പവർ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ ഞാനൊരു വെയിറ്റേജ് അനുസരിച്ചുണ്ടാക്കിയ മൊഡ്യൂൾ അല്ല, നമുക്കൊന്ന് പഠിക്കാൻ, നമ്മളൊരു സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഉണ്ടാക്കിയ ഒരു അങ്ങനെ പറയുന്നതാണ്. നമ്മൾ പ്രീവിയസ് ആയിട്ടുള്ള PSC ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ സിലബസും തന്ന പോലെ ഒരു വെയിറ്റേജ് മൊഡ്യൂൾ അല്ല കേട്ടോ. വെയിറ്റേജ് മൊഡ്യൂൾ നമ്മളിപ്പോൾ ഉണ്ടാക്കണ്ട, കാരണം നമുക്ക് വെയിറ്റേജ് മൊഡ്യൂൾ ഉണ്ടാക്കി കഴിഞ്ഞാലും PSC അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മറക്കുന്നുണ്ട്. PSC കഴിഞ്ഞ പ്രാവശ്യം ഈ ഇതിന് സേഫ്റ്റിക്കൊക്കെ വേണ്ടിയിട്ട് മാത്രം 10 മാർക്കിന്റെ വെയിറ്റേജ് കൊടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ, അതായത് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വരെ ഉണ്ടായിട്ടുണ്ട് അല്ലെ. നമ്മളിപ്പോ
ടെക്നീഷ്യൻ പവർ ഇലക്ട്രോണിക്സ് എന്നൊരു എക്സാമുകൾ എഴുതിയിട്ടുണ്ടാവും ചിലപ്പോൾ. അപ്പൊ അതിലാണ് തോന്നുന്നുണ്ട് 10 മാർക്കിനൊക്കെ ഈ സേഫ്റ്റി മാത്രം ചോദിച്ചിട്ട് 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഇതും ബേസിക് ഇലക്ട്രിസിറ്റിക്ക് 5 6 മാർക്ക് മാത്രം കൊടുത്തിട്ട് അങ്ങനെയൊക്കെ PSC എന്ത് ചെയ്യുന്നുണ്ട്, വെയിറ്റേജ് ഉണ്ട്. അപ്പൊ PSCയുടെ വെയിറ്റേജ് നമുക്ക് എന്ത് ചെയ്യാണ്, അത് നമുക്ക് കൺഫർമേഷൻ സമയത്ത് നോക്കാം. വെയിറ്റേജ് നമ്മൾ നോക്കണ്ട, നമ്മളെല്ലാ മൊഡ്യൂളും എന്ത് ചെയ്യുക, ഈക്വലി ഇമ്പോർട്ടൻസ് വെച്ചിട്ട് പഠിച്ച് പോവാം കേട്ടോ. 1 മുതൽ 10 വരെയുള്ള എല്ലാ മൊഡ്യൂളും ഈക്വലി ഇമ്പോർട്ടൻസ്, ഈ മൊഡ്യൂളിനുള്ള കാര്യങ്ങൾ മൊത്തം നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ചിട്ടുണ്ടാവണം. ഇതാണ് നമ്മളെ സിലബസ് ആയിട്ട് വരിക. ഇതിലുള്ള 1-2 കാര്യങ്ങൾ ഒഴിവാകുക എന്നുണ്ടെങ്കിലേ മാത്രമേ ഉള്ളൂ, ഒന്നും ആഡ് ചെയ്യാൻ നമുക്ക് ഇല്ല അല്ലേ. കാരണം ആ ഒരു സിലബസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പൂർണ്ണമായിട്ടും NTC സിലബസ് പൂർണ്ണമായിട്ടും കൊടുത്തിട്ടുണ്ട്. പൂർണ്ണമായിട്ട് തന്നെ പഠിക്കുക. PSC നമ്മളൊരു കോമ്പറ്റീറ്റീവ് എക്സാമിനാണ് പഠിക്കുന്നത്, നമുക്കൊന്നും സ്കിപ്പ് ചെയ്യാനോ അങ്ങനെയൊന്നും ഇല്ല അല്ലെ. മൊത്തമായിട്ട് എന്ത് ചെയ്യണം, പഠിച്ചിട്ട് തന്നെ പോകണം കേട്ടോ. വയർമാൻ, അടുത്ത വയർമാൻ വരുമ്പോഴും നമ്മൾ സെയിം സിലബസ് ആണ് കേട്ടോ. വയർമാൻ നമുക്ക് സിലബസിലൊന്നും മാറ്റമില്ല, സെയിം ആദ്യത്തെ കാര്യങ്ങൾ ഒക്യുപേഷണൽ സേഫ്റ്റി, ഹെൽത്ത് ആൻഡ് വയർ ജോയിന്റ്സ് നമ്മൾ ഓൾറെഡി എന്ത് ചെയ്യാണ്, ഇലക്ട്രീഷ്യനിൽ വരുന്ന കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ബേസിക് ഇലക്ട്രിസിറ്റി മെഷറിംഗ് നമുക്ക് അവിടെ പഠിക്കുന്ന കാര്യം. ഇലക്ട്രോസ്റ്റാറ്റിക്, ഇലക്ട്രോ മാഗ്നറ്റിസം അതും നമ്മൾ അവിടെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അല്ലെ. പിന്നെന്താ ഉള്ളത്, പവർ സിസ്റ്റം എർത്തിങ്, പവർ സിസ്റ്റം എർത്തിങ്ങും നമ്മളിപ്പോ പറഞ്ഞു. അതെല്ലാം സെയിം ആണ് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയാത്തത്. അപ്പൊ നമ്മൾ പഠിക്കുകയാണെങ്കിൽ രണ്ടും ഒരൊറ്റ ഇതിൽ പോകും അല്ലെ. ഈ ഒരു ഭാഗം, ഈ 5 മൊഡ്യൂൾ എന്ത് ചെയ്യും, ഒറ്റ ഒന്നിൽ പോകും. അതായത് ഓൾട്ടർനേറ്റർ വരെയുള്ള ഭാഗങ്ങൾ ഒറ്റ ഒന്നിൽ പോകും. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടാണ് പ്രധാനപ്പെട്ട വയർമാന്റെ ഡിഫറൻസ് വരുന്നത്. അപ്പൊ എന്താണ്, നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ ഇലക്ട്രീഷ്യനിൽ പറഞ്ഞ ഒരുവിധം കാര്യങ്ങളൊക്കെ നമുക്ക് വയർമാന്റെ അകത്ത് വരുന്നുണ്ട്. ബേസിക് ഇലക്ട്രോണിക്സ് ഒഴിച്ച് ബാക്കി എല്ലാം വയർമാന്റെ അടുത്ത് എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട് അല്ലെ. വയർമാനിൽ പിന്നെന്താ മാറ്റം വരുന്നത്, ഈ ഡൊമസ്റ്റിക് ആൻഡ് കൺട്രോൾ വയറിങ്, കൊമേഴ്ഷ്യൽ വയറിങ്, ഇൻഡസ്ട്രിയൽ വയറിങ്, ഇത് കൺട്രോൾ പാനൽ വയറിങ്, ഡൊമസ്റ്റിക് വയറിങ്, ഇൻഡസ്ട്രിയൽ വയറിങ്, അതുപോലെ തന്നെ കൊമേഴ്ഷ്യൽ വയറിങ്, ഈ ഒരു ഭാഗം നമുക്ക് വളരെ മാറ്റം വരുന്ന ഒരു ഭാഗമാണ്. ഇത് നമ്മൾ നോർമലി എക്സാമുകളൊക്കെ നോക്കുകയാണെങ്കിൽ വയർമാൻ എക്സാംസിനാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഭാഗത്തു നിന്ന് കൂടുതൽ, ഈ വയറിംഗിന് കൂടുതലും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഈ ഒരു ഭാഗത്തു നിന്നായിരിക്കും കേട്ടോ. വയർമാൻ എക്സാമുകൾക്കാണ് കൂടുതലും ചോദിക്കാറ്. ഇപ്പൊ ട്രേഡ്സ്മാൻ ആണെങ്കിലും നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ട്രേഡ്സ്മാന്റെ എക്സാംസിന് കഴിഞ്ഞൊരു ക്വസ്റ്റ്യൻ പേപ്പർ, കഴിഞ്ഞ സിലബസ്, കഴിഞ്ഞ PSCയുടെ സിലബസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ട്രേഡ്സ്മാൻ വയർമാൻ എന്നുള്ള ക്വസ്റ്റ്യൻ പേപ്പർ സിലബസ്, അതായത് ട്രേഡ്സ്മാൻ വയർമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വയർമാൻ എന്ന് പറയുന്ന സിലബസിൽ തീരെ പഠിക്കാനില്ലാത്തൊരു ഭാഗം, അതായത് വയർമാന്റെ ITI കോഴ്സിന് തീരെ പഠിക്കാനുള്ളൊരു ഭാഗം എന്ന് പറയുന്നത്, തീരെ പഠിക്കാന്ന് പറയുമ്പോൾ വളരെ കുറഞ്ഞ മാത്രം പഠിക്കാനുള്ള ഒരു ഭാഗമാണ് ഈ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നത്. ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കലില് നമുക്ക് ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന ഭാഗം ശരിക്കും ഇല്ല. ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നത് ഇല്ല എന്ന് പറയുന്ന ജസ്റ്റ് ഒരു മോഡ്യൂളിന്റെ പകുതിയായിട്ടാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് അല്ലെ. എന്നാൽ നമ്മളെ വയർമാൻ വന്നപ്പോൾ അതിൽ എന്ത് ചെയ്തു, ഒരു 10 മാർക്കിന് പവർ ഇലക്ട്രോണിക്സ് വരെ, ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ആൻഡ് പവർ ഇലക്ട്രോണിക്സ് വരെ ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കൽ വയർമാനിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ PSCയുടെ അനുസരിച്ചിട്ട് ചെറിയ മാറ്റം വരികയാണെങ്കിൽ അതായിരിക്കും. പക്ഷെ അത് നമ്മൾ ഓൾറെഡി ഇലക്ട്രീഷ്യനിൽ പഠിക്കുന്നുണ്ട്, അതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. അപ്പൊ അതാണ് സിലബസിൽ വരുമ്പോൾ രണ്ടും എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണല്ലോ. അപ്പൊ അതുകൊണ്ട് പഠിക്കുന്ന രണ്ടും എന്ത് ചെയ്യുക, കൺട്രോൾ ക്ലിയർ ചെയ്തിട്ട് പഠിച്ചു പോവുക. അപ്പൊ നമുക്ക് ഇനിയിപ്പോ സിലബസിൽ മാറ്റം വന്നാലും എന്ത് ചെയ്യും, അത് നമുക്കിവിടെ എഫക്ട് ചെയ്യില്ല, ആ ഒരു എഫക്ട് നമുക്കിവിടെ ചെയ്യില്ല അല്ലെ. അപ്പൊ അത്രയാണ് നമുക്ക് പറഞ്ഞത്. അതെന്താണ്, ഡൊമസ്റ്റിക് വയറിംഗ്. പിന്നെ ഈ വയറിംഗിന്റെ കാര്യത്തിൽ പഠിക്കണം, ഡൊമസ്റ്റിക് വയറിംഗ്, കൺട്രോൾ പാനൽ വയറിംഗ്, അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, കൊമേഴ്ഷ്യൽ വയറിംഗ്, ഇൻഡസ്ട്രിയൽ വയറിംഗുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിക്കണം. അവിടെ കുറച്ച് നമുക്ക് പുതിയ ടേംസും കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ടായിരിക്കും. അതായത് GFCE എന്ന് പറയുന്ന ഗ്രൗണ്ട് ഫാൾട്ട് സർക്യൂട്ട് ഇന്ററപ്റ്റർ എന്നൊക്കെ സാധനങ്ങൾ, അങ്ങനത്തെ പുതിയ സാധനങ്ങളൊക്കെ ഉണ്ടായിരിക്കും. വയറിംഗ് സർക്യൂട്ട്, ലൈറ്റിംഗ് ഡിസൈന്, പിന്നെ ഇൻഡസ്ട്രിയൽ ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പവറിന്റെ, കൺട്രോളിന്റെ, കമ്മ്യൂണിക്കേഷന്റെയും അതുപോലെ തന്നെ ഇൻഡസ്ട്രിയലിന്റെ ഒക്കെ വയറിംഗ്, എന്റർടൈൻമെന്റ് വയറിംഗ് ഒക്കെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ നോക്കാനുള്ളതായിരിക്കും. അപ്പൊ അതൊക്കെ കുറച്ച് മാറ്റങ്ങൾ വരുന്നതാണ്. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാണ്, കൂടുതൽ അതിൽ വരുന്ന ഒരു എക്സ്ട്രാ കാര്യങ്ങളാണ് അല്ലെ. പിന്നെ ഇലുമിനേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, നമ്മളെ ഇലക്ട്രീഷ്യനിൽ വരുന്നതാണ്. പക്ഷെ അവിടെ കൂടുതൽ വരുന്ന എന്താണ്, സ്റ്റേജ് ലൈറ്റ് കൺട്രോള്, സോളാർ പവർ പ്ലാൻ കേട്ടോ. ഈ സോളാർ ഒരു ഇമ്പോർട്ടന്റ് ആണ്. കഴിഞ്ഞ പ്രാവശ്യം ട്രേഡ്സ്മാനിൽ എന്താണ് തോന്നുന്നുണ്ട്, ട്രേഡ്സ്മാനിലാണോ TPSന്റെ എക്സാം, അതായത് ജൂനിയർ ഇൻസ്ട്രക്ടർ പവർ ഇലക്ട്രോണിക്സിന്റെ എക്സാമിനാണ് തോന്നുന്നുണ്ട്, ഈ സോളാർ ഒരു മോഡ്യൂൾ മാത്രമായിട്ട്, ഒരു മോഡ്യൂളായിട്ട് കൊടുത്തിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സോളാർ ഒരു മോഡ്യൂളൊക്കെ ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സോളാർ ഇപ്പോൾ വരുമ്പോൾ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ക്വസ്റ്റ്യൻ പേപ്പറുകളിലൊക്കെ കണ്ടുവരുന്ന ഒരു ഏരിയ ആണ് സോളാർ പവർ പ്ലാന്റും സോളാറിന്റെ വർക്കിംഗുമായിട്ട് ബന്ധപ്പെട്ടുള്ള സോളാർ സെല്ലുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. പിന്നെ CFL അല്ലെങ്കിൽ LED ലാംപ്സ്, DC പവർ സപ്ലൈ, റെഗുലേറ്റഡ് പവർ സപ്ലൈ. ഈ DC റെഗുലേറ്റഡ് പവർ സപ്ലൈ നമ്മൾ ഓൾറെഡി ഞാൻ ഇലക്ട്രീഷ്യനിൽ പറയാൻ വിട്ടുവരാണ്, അവിടെ നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. അവിടെ നമുക്ക് പവർ ഇലക്ട്രോണിക്സിന്റെ കൂടെ അതും കൂടി പഠിക്കാനുണ്ട്, അത് ഞാൻ അവിടെ വിട്ടുവരാണ്. പവർ ഇലക്ട്രോണിക്സിന്റെ കൂടെ നമുക്ക് UPS, SMBS അങ്ങനത്തെ സാധനങ്ങളൊക്കെ അതിൽ പഠിക്കാനുള്ളതാണ് കേട്ടോ. പവർ ഇലക്ട്രോണിക്സിന്റെ കൂടെ പഠിക്കാനുള്ളതാണ്. അപ്പൊ അതിൽ നമ്മൾ അത്രയും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് അതൊക്കെ പഠിക്കുന്നതാണ്. അതൊക്കെ അവിടെ നിന്ന് തന്നെ നമ്മൾ ക്ലിയർ ആക്കുന്നതാണ് അല്ലെ. രണ്ടും കൂടി നമുക്ക് ഒറ്റയടിക്ക് പഠിച്ചു പോകാന്നുള്ള രീതിയിലാണ് ഞാൻ ഈ 2 സിലബസും കൂടി ഇങ്ങനെ കമ്പയർ ചെയ്ത് പറയുന്നത് കേട്ടോ. 2 സിലബസിൽ നമുക്ക് ഒന്നിച്ച് പോകാനുള്ളതാണ്. പിന്നെ
വൈൻഡിങ് അത് എക്സ്ട്രാ വരുന്നതാണ്. ഡൊമസ്റ്റിക് അപ്ലയൻസസ് രണ്ടിലും വരാറുണ്ട്, രണ്ടിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. വൈൻഡിങ് നമുക്ക് കുറച്ചും കൂടി ഡീപ്പായിട്ട് എന്ത് ചെയ്യാണ്, ജൂനിയർ ഇൻസ്ട്രക്ടർ വയർമാൻ അല്ലെങ്കിൽ വയർമാൻ സിലബസിലായിരിക്കും കൂടുതലും വരുന്നത്. അപ്പൊ ഇതെല്ലാം നമ്മൾ ക്ലിയർ ചെയ്യാം. ഇനി നമുക്ക് പിന്നീട് നമുക്ക് കൺഫർമേഷനിൽ എന്ത് ചെയ്യാം, എങ്ങനെയൊക്കെ മാറ്റം വരുന്നുണ്ട് എന്നുള്ളത് നോക്കിയിട്ട് അതിനനുസരിച്ച് റിമൂവ് ചെയ്യാം. ഒന്നും കൂടുതലായിട്ട് വരാനുണ്ടാവില്ല. അപ്പൊ നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മളത് മനസ്സിലിങ്ങനെ വെച്ചിട്ടുണ്ടാവും. പിന്നെ നമുക്ക് എന്ത് ചെയ്താൽ മതി, വേണ്ടാത്തത് ആ ഒരു സമയത്ത് റിവിഷൻ സമയത്ത് അല്ലെ, ആ സമയത്തേക്ക് നമുക്ക് നമ്മളെ റിവിഷൻ എത്തിക്കണം. അത് അത്ര അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ചിട്ട് പോകണം. അവിടെ നമുക്കത് വേണ്ടാത്തത് അപ്പോൾ ഒഴിവാക്കി ബാക്കി നമുക്ക് റിവൈസ് ചെയ്തിട്ട് എക്സാമിന് വേണ്ടി പോകാം. ഓക്കെ, ഇനി ഈ സിലബസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കാം. സിലബസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ മൊത്തമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടോ? അപ്പോൾ നമ്മൾ എല്ലാവരും എന്ത് ചെയ്യാം, ജസ്റ്റ് പഠിത്തം തുടങ്ങുക. അപ്ലൈ ചെയ്യാനുള്ളവർ ആദ്യം അപ്ലൈ ചെയ്യുക. ഓൾറെഡി ഞാൻ പറഞ്ഞു 31 തീയതി ലാസ്റ്റ് ഡേറ്റ് ആണ്. അപ്പൊ ഇനി മറക്കരുത്, നമ്മൾ എന്ത് ചെയ്യണം, അപ്ലൈ ഉള്ളവരൊക്കെ ഒന്ന് അപ്ലൈ ചെയ്യുക. 31 കേട്ടോ, 31/1/2024 അല്ലേ, അതാണ് നമ്മളെ ലാസ്റ്റ് ഡേറ്റ്. വെനസ്ഡേ ആണ് തോന്നുന്നുണ്ട്. ഡയല് കാര്യമില്ല, ഇതെന്ത് ചെയ്യുക, ഡേറ്റ് നോക്കിയിട്ട് അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പൊ ഇനി നമുക്ക് വേണ്ടത് നമ്മൾ ആ ഒരു സിലബസ് അനുസരിച്ച് പഠിക്കാം. നമ്മൾ ഓൾറെഡി സിലബസ് പറഞ്ഞില്ലേ, നമുക്ക് ഏറ്റവും ആദ്യം ആ ഒരു പോസ്റ്റിനെ കുറിച്ച് അറിയാനായിരുന്നു ആദ്യം, അത് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു. പിന്നെ നമുക്ക് ആ സിലബസ് അനുസരിച്ച് എന്ത് ചെയ്യണം, പഠിച്ചു തുടങ്ങണം. അത് മൊഡ്യൂളുകളൊക്കെ ആയിട്ട് തിരിച്ചിട്ട് വെയിറ്റേജ് ഇപ്പൊ നോക്കണ്ട. വെയിറ്റേജ് നമ്മൾ നോക്കുന്നത് ഇപ്പൊ നമുക്ക് വെയിറ്റേജ് നോക്കാന്ന് പറയുന്നത് നമുക്കത് നമ്മൾ വെയിറ്റേജ് ഇടുന്നത് ഞാൻ പറഞ്ഞില്ലേ മാറ്റം വരാം. അല്ലെങ്കിൽ പ്രീവിയസ് ആയിട്ട് നമ്മളെ PSC സിലബസ് ഒക്കെ നമ്മളെ കയ്യിലുണ്ടാവണം. അല്ലെങ്കിൽ നമ്മൾ പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ നോക്കിയിട്ട് വെയിറ്റേജ് ഇടണം. പക്ഷെ അതൊക്കെ നമുക്ക് വെറുതെയാണ്. കാരണം നമ്മളെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക്, അല്ലെങ്കിൽ പ്രീവിയസ് ആയിട്ടുള്ള എക്സാമുകളൊക്കെ നമുക്ക് ഒന്നിച്ചെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പല വെയിറ്റേജുകളായിരിക്കും വരുന്നത്. അത് PSC വരുന്ന ഒരു വെയിറ്റേജ് ആണെങ്കിൽ അതിന് മാക്സിമം മാറുന്നത്. ഇപ്പൊ ട്രേഡ്സ്മാൻ എക്സാം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വെയിറ്റേജ് നോക്കി പഠിക്കാന്ന് പറയാം. എന്തെങ്കിലും ഇതുവരെ ചേഞ്ച് ഇല്ല, ഇനിയൊരു ചേഞ്ച് ഉണ്ടെങ്കിൽ മാത്രമേ മാറുള്ളൂ. അല്ലെങ്കിൽ എന്ത് ചെയ്യാണ്, ഇതുവരെയുള്ള നമുക്ക് ആ ഒരു വെയിറ്റേജ് കറക്റ്റ് ആയിട്ട് നമുക്ക് അറിയായിരുന്നു, നമുക്ക് നോക്കി പഠിക്കായിരുന്നു. അപ്പോൾ വെയിറ്റേജ് ഇപ്പൊ നോക്കണ്ട. ബാക്കിയുള്ള മൊഡ്യൂളുകളൊക്കെ ഡിവൈഡ് ചെയ്തിട്ട്, അപ്പൊ ഞാൻ ആ മൊഡ്യൂളാണ് ഡിവൈഡ് ചെയ്തിട്ടാണ് ഇപ്പൊ നിങ്ങൾക്ക് തന്നത്. ഒന്നാമത്തെ സ്റ്റേജും രണ്ടാമത്തെ സ്റ്റേജും ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അത് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, പഠിക്കാം. ആ ഒരു മൊഡ്യൂളുകളൊക്കെ ഡിവൈഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാം. പിന്നെ അതിന്റെ എന്നറിയോ, എവിടെ നിന്നാണ് ITയുടെ ബുക്ക് ഡൗൺലോഡ് ചെയ്തിട്ടൊക്കെ ഉണ്ടോ? ട്രേഡ്സ്മാൻ ഒക്കെ പഠിച്ചു തുടങ്ങുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ബുക്കുകളൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടാവുമല്ലോ, ഉണ്ടോ? ഏതാ ബുക്ക് നമുക്ക് എടുക്കാം? നമുക്ക് ITയുടെ ബുക്കാണ് വേണ്ടത് കേട്ടോ. ITയുടെ ബുക്കുകളാണ്, നമ്മളെ നിമി പാറ്റേൺ ബുക്കുകളൊക്കെയാണ് നമുക്ക് വേണ്ടത്. അത് നോക്കിയിട്ട് എടുത്താൽ എന്ത് ചെയ്യാണ്, ഒരു ടൈം ടേബിൾ അത് നമ്മൾ തന്നെ നമുക്ക് നമ്മുടെ ടൈം അനുസരിച്ച് ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്തിട്ട് തുടങ്ങാം. മാക്സിമം ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക കേട്ടോ. മാക്സിമം ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക. ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, നമ്മളൊരു ഫൈനൽ, ഇപ്പൊ ഈ ഒരു 7th സ്റ്റേജ് എന്നൊക്കെ പറയുന്നത് നമ്മൾ ഫൈനൽ ഇവാലുവേഷൻ ആൻഡ് മോക്ക് ടെസ്റ്റ് ആൻഡ് സോൾവ് ക്വസ്റ്റ്യൻ പേപ്പർ എന്നൊക്കെ പറയുന്നതാണ്. അതിന്റെ കൂടെ റിവിഷൻ കാര്യങ്ങളൊക്കെ വരുന്നത്. 6th 7th സ്റ്റേജ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാണ്, ആ ഒരു കൺഫർമേഷൻ വരുന്നത്. അവിടെ എത്തുമ്പോഴേക്കാണ് നമ്മളെ കൺഫർമേഷൻ എത്തണം. അപ്പൊ കൺഫർമേഷൻ എത്തും. പിന്നെ നമുക്ക് അവിടെ നിന്നുള്ള സ്റ്റേജുകളാണ് അല്ലെ 6th 7th സ്റ്റേജ് ഒക്കെ വരുന്നത്. അപ്പൊ അതുവരെ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ഇതിൽ നോക്കിയിട്ട് തന്നെ ഓരോരോ സ്റ്റേജുകളായിട്ട് കൊണ്ടുപോവുക. കോമ്പറ്റീറ്റീവ് എക്സാം ആണ് നമുക്കറിയാം. ഇപ്പോൾ ഓൾറെഡി നമുക്ക് എന്ത് ചെയ്യാണ്, PSC കുറച്ചും കൂടി ടൈറ്റ് ആയിട്ട് വരുന്ന ഇതാണ് അല്ലേ. അപ്പൊ അതിന് PSCയുടെ എക്സാമുകൾ അങ്ങനെയാണ്. നമുക്ക് എന്ത് ചെയ്യാണ്, സ്റ്റേറ്റ്മെന്റ് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ സ്റ്റേറ്റ്മെന്റിൽ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ എന്താണ്, ആ ഒരു ക്വസ്റ്റ്യൻസിനനുസരിച്ച് നിങ്ങൾ ഓരോന്നും വർക്ക്ഔട്ട് ചെയ്ത് പഠിച്ചു പോവാം കേട്ടോ. ഇനി നമ്മൾ ഓൾറെഡി പറഞ്ഞ നമ്മൾ പറഞ്ഞില്ലേ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന 2 പോസ്റ്റുകൾ. ആ 2 പോസ്റ്റുകളാണ്. ഒന്നാമത്തത് ജൂനിയർ ഇൻസ്ട്രക്ടർ ലിഫ്റ്റ് ആൻഡ് എസ്കലേറ്റർ മെക്കാനിക് കേട്ടോ. നോക്കുകയാണെങ്കിൽ അപ്ലൈ ചെയ്യണം എന്നുള്ളവർ എന്ത് ചെയ്യുക, കാറ്റഗറി നമ്പർ ഒന്ന് ഓർത്ത് വെക്കുക. ഈ മറ്റു 2 അപ്ലൈ ചെയ്തവരാണ്, ഇത് അപ്ലൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതും ഇലക്ട്രിക്കലുകാർക്ക് ഡയറക്റ്റ് ആയിട്ട് ഡിപ്ലോമക്കാർക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു പോസ്റ്റാണ് ലിഫ്റ്റ് ആൻഡ് എസ്കലേറ്റർ മെക്കാനിക് എന്ന് പറയുന്നത് കേട്ടോ. ലിഫ്റ്റ് ആൻഡ് എസ്കലേറ്റർ മെക്കാനിക് എന്ന് പറയുന്നത് നമ്മളതിന്റെ സിലബസ്, ഞാൻ ഇതിന്റെ സിലബസ് ഉൾപ്പെടുത്തിയിട്ടില്ല, എന്നാലും ഇതിന്റെ സിലബസ് ഒന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് മെക്കാനിക്കലാർക്കും ഇലക്ട്രിക്കലാർക്കും ഒരുപോലെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ് ഈ ലിഫ്റ്റ് ആൻഡ് എസ്കലേറ്റർ മെക്കാനിക് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ സിലബസ് സാധാരണ ഇതിൽ ഇലക്ട്രിക്കൽ ആയിരിക്കും കൂടുതലും. അവിടെ വർക്ക് ചെയ്യുന്നവരൊക്കെയാണ്, നമ്മളിപ്പോൾ വർക്ക് ചെയ്യുന്നവരൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വർക്ക് ചെയ്യുന്നവരൊക്കെ ഇലക്ട്രിക്കൽ ആകും കൂടുതൽ. അപ്പൊ എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ സിലബസ് ആണ് അതിന്റെ കാരണം. ഏകദേശം ഒരു 75% ഇലക്ട്രിക്കൽ ക്വസ്റ്റ്യൻസ് ആണ് എന്ത് ചെയ്യുക വരാറുള്ളത്. ബാക്കി ലിഫ്റ്റും എസ്കലേറ്ററും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് മെക്കാനിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ച് കാണാറുള്ളത്. ഒരു 30% ഇലക്ട്രോണിക്സും ബാക്കിയുള്ള ഒരു 40% അല്ലെങ്കിൽ 45% ഇലക്ട്രിക്കലും ബാക്കി ഒരു 25% മെക്കാനിക്കലും വരുന്ന രീതിയിലാണ്. മെക്കാനിക്കലിൽ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു നമ്മളെ വയർമാനൊക്കെ പഠിക്കുമ്പോൾ ഫസ്റ്റ് പറഞ്ഞ 2 കാര്യങ്ങളില്ലേ, അതായത് സേഫ്റ്റി ടൂൾസ് എന്നൊക്കെ പറയുന്ന ഭാഗമല്ലേ, അത് തന്നെയാണ് വരിക. അപ്പൊ അത് നമുക്ക് വീണ്ടും ഒരു അഡ്വാൻറ്റേജ് ആണ് അല്ലേ. അതുകൊണ്ടാണ് നമുക്ക് ഒന്നുകൂടി നമുക്കൊരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പോസ്റ്റ് ആണ്. പക്ഷെ വേക്കൻസിയും കാര്യങ്ങളൊക്കെ കുറവായിരിക്കും. കാരണം ഇപ്പൊ ഈ 112 ITകൾ ഉണ്ടെന്ന് പറഞ്ഞതിൽ വളരെ കുറഞ്ഞ എണ്ണത്തിൽ മാത്രമുള്ള കോഴ്സാണ് എന്ത് ചെയ്യുന്നത്, ജൂനിയർ ഇൻസ്ട്രക്ടർ ലിഫ്റ്റ് ആൻഡ് എസ്കലേറ്റർ
മെക്കാനിക് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അത് വളരെ കുറഞ്ഞ വേക്കൻസീസ് ആയിരിക്കും വരുന്നത്. എന്നാലും നമ്മൾ എന്ത് ചെയ്യാം, ഒന്ന് അതിനായിട്ട് പ്രിപ്പയർ ചെയ്യേണ്ട, ബാക്കിയുള്ള പ്രിപ്പയർ ചെയ്യുന്നതിന്റെ കൂടെ തന്നെ ഇതും കൂടി ഒന്ന് വെച്ചിട്ട് നോക്കാം. അപ്ലൈ ചെയ്യാൻ എല്ലാവരും എന്ത് ചെയ്യാം, ഒന്ന് അപ്ലൈ. എക്സാം ഒക്കെ എപ്പോഴാണ് വരാന്നുള്ളത് നമുക്ക് നോക്കിയിട്ട്, ഇതും സെപ്റ്റംബർ നവംബർ തന്നെയാണ് തോന്നുന്നുണ്ട്. ഞാൻ ആ ലിസ്റ്റ് പൂർണ്ണമായിട്ട് നോക്കിയിട്ടില്ല. സെപ്റ്റംബർ നവംബറിൽ തന്നെയാണ് ഇതും കാരണം എല്ലാ ജൂനിയർ ഇൻസ്ട്രക്ടർ എക്സാംസും ആ ഒരു സമയത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇതും അത് തന്നെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ടൈം തന്നെ ആയിരിക്കും, ഏകദേശം ഒരേ സമയത്തായിരിക്കും എക്സാം വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിന് പഠിച്ച കാര്യങ്ങൾ ഇതിന് കൊടുത്ത് നമുക്കൊന്ന് വേണമെങ്കിൽ ഒരു കൈ നോക്കാം അല്ലേ, നമുക്കൊരു എക്സാം എഴുതി നോക്കാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ്. ഇതിലേക്ക് മാത്രമായിട്ട് നിൽക്കുന്നത് നമ്മളെ 2 പോസ്റ്റുകൾ അതിലുണ്ടാവുമ്പോൾ ഇതിലേക്ക് മാത്രമായി നിൽക്കുക എന്ന് പറയുമ്പോൾ ഒരു റിസ്ക് എടുക്കുന്ന രീതിയിലാണ്. വേണമെങ്കിൽ അങ്ങനെ താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നിൽക്കാം. പിന്നെ ഓൾറെഡി ഇതിന്റെ ITI കോഴ്സ് ഒക്കെ കഴിഞ്ഞവരുണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യാം. ITI കോഴ്സ് ഈ ഒരു ITI കോഴ്സ് കഴിഞ്ഞവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യാം. പക്ഷേ ഈ ഒരു ITI കോഴ്സിന്റെ മാത്രം പറഞ്ഞിട്ട് ഇവിടെ പറയുന്നില്ല, എക്സ്പീരിയൻസ് വെച്ചിട്ടും പറയുന്നില്ല, പോസ്റ്റിന്റെ കാര്യത്തിൽ പറയുന്നില്ല. അവിടെ നമുക്ക് എന്താ പറയുന്നുള്ളൂ, പോളിടെക്നിക് ഡിപ്ലോമയുടെ കാര്യത്തിലാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു ITI കോഴ്സ് എനിക്ക് തോന്നുന്നത് അത് വെച്ച് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് കൊടുക്കാം, 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് കൊടുക്കാം. അത് ഈക്വലന്റ് ആയ ക്വാളിഫിക്കേഷനിൽ ഉണ്ടാവില്ല എന്നേ ഉള്ളൂ, ബാക്കി നമുക്ക് എക്സ്പീരിയൻസ് വെച്ചിട്ട് കൊടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവും കേട്ടോ. അപ്പൊ അത് അങ്ങനെയുള്ളവർക്കൊക്കെ എന്ത് ചെയ്യണം, ഒന്നും കൂടി ആ ഒരു ട്രേഡിനെ കുറിച്ച് കുറച്ചും കൂടി കാര്യങ്ങൾ അറിയുന്നുണ്ടാവും. അതിന്റെ സിലബസ് ബേസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടാവും അല്ലേ. ലിഫ്റ്റ് എസ്കലേറ്റർ സിലബസ് എന്ന് പറയുമ്പോൾ മെക്കാനിക്കൽ അതാ വരുന്നത്. ഇലക്ട്രിക്കൽ നമ്മളെ ബേസിക് ഇലക്ട്രിസിറ്റി, മെഷറിംഗ് കുറച്ച് വരുന്നുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ ആ ഒരു വയർമാനും ഇലക്ട്രീഷ്യനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ തന്നെ ഇലക്ട്രോണിക്സിലും അതാണ് വരുന്നുണ്ടായിരിക്കും കേട്ടോ. അപ്പൊ ഇതാണ് എന്ത് ചെയ്യുന്നത്, ഒന്നാമത്തെ ഒരു പോസ്റ്റ്. കാറ്റഗറി നമ്പർ നോക്കുക 653/2023. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെയിം ആണ് കേട്ടോ, അതുകൊണ്ട് ഞാൻ പറയാത്തത്. വേക്കൻസി നമ്മളോട് അതിൽ പറഞ്ഞിട്ടില്ല, ആന്റിസിപ്പേറ്റഡ് വേക്കൻസി ആണ് പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത്തെ ഒന്ന് ജൂനിയർ ഇൻസ്ട്രക്ടർ ടെക്നീഷ്യൻ മെക്കട്രോണിക്സ് എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ആണ്. അതും ആന്റിസിപ്പേറ്റഡ് വേക്കൻസി ആണ്. എൻ്റെ അറിവിൽ അത് ഒരൊറ്റ ITI ഇപ്പൊ നിലവിലുള്ളൂ. ഈ 112 ഞാൻ അറിഞ്ഞു വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ, എനിക്കറിയില്ല, ഇനി വേറെ ആർക്കെങ്കിലും അറിയുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പറയാം. കണ്ണൂരാണെന്ന് തോന്നുന്നു. ഒരൊറ്റ ITI എന്തേ ഉള്ളൂ ഈ ഒരു കോഴ്സ് നടക്കുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഒരു വേക്കൻസി ഒക്കെ അവിടെ വരികയാണെന്നുണ്ടെങ്കിൽ തന്നെ വരുള്ളൂ. എൻ്റെ അറിവിൽ അവിടെ ഇപ്പൊ കഴിഞ്ഞ 2018 കയറിയ ഒരു ഇൻസ്ട്രക്ടർ ആണ് ഉള്ളത് തന്നെ. അപ്പൊ അത് എന്തോ എങ്ങനെ ഇനി പുതിയ ITI വരുന്നതിന് കണ്ടിട്ടാണ് ഇത് ഇട്ടത് എന്നുള്ളത് അറിയില്ല. ചിലപ്പോൾ പുതിയ ITI വരുന്നുണ്ടായിരിക്കും. ഇതും ആന്റിസിപ്പേറ്റഡ് വേക്കൻസിയെ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എത്ര വേക്കൻസി വരും എന്നുള്ളത് പറയാൻ പറ്റില്ല. 654/2023 ആണ് ഇത്. മെക്കാനിക്കൽ, നമ്മൾ ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ ആണെങ്കിലും മെക്കാനിക്കലാണ്, മെക്കട്രോണിക്സ് ഒക്കെ കഴിഞ്ഞവർക്കാണ് എന്ത് ചെയ്യുന്നത് കൂടുതലും അതിന്റെ ഒരു സ്കോപ്പ്, അല്ലെങ്കിൽ അത് പഠിക്കാൻ ഒരു കുറച്ചും കൂടി ഈസി ആയിട്ട് വരുന്നത്. അപ്പോൾ അത് നമുക്കൊരു, ഞാൻ പറഞ്ഞല്ലോ ആ ഒരു കാര്യത്തിൽ നമ്മൾ ഇതിലേക്ക് വലിയ റിസ്ക് എടുക്കുന്നത് ഞാൻ പറയുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞില്ല, ഓൾറെഡി ഒരൊറ്റ ITI ആണ് ഞാൻ അറിഞ്ഞത് വെച്ചുള്ളത്, കണ്ണൂരാണെന്ന് തോന്നുന്നുണ്ട് ITI. ബാക്കിയുള്ള ITIകളിലൊന്നും ഈ ഒരു പോസ്റ്റ് ഇല്ല. നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ വേറെ എവിടെയെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ, ഗവൺമെന്റിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് പറയാം കേട്ടോ. വേറെ എവിടെയും ഞാൻ എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് പറഞ്ഞാണ്, ഒരു ITI മാത്രമേ ഉള്ളൂ. അവിടെയും ഞാൻ 2018 നമ്മളെ പ്രീവിയസ് ആയിട്ടുള്ള ലിസ്റ്റിൽ നിന്ന് കയറിയ ITI ഇൻസ്ട്രക്ടർ ആണ് അവിടെ ഉള്ളത്. അപ്പൊ അതുകൊണ്ട് വേറെ ഒരു ITI ഒന്നും ഇല്ല എന്നുള്ളതാണ്. ഇപ്പൊ പുതിയ ഞാൻ പറഞ്ഞല്ലോ, പുതിയ വേക്കൻസി ITI വരുന്നു എന്നുള്ള രീതിയിൽ ചിലപ്പോൾ ആന്റിസിപ്പേറ്റഡ് വേക്കൻസി ഇട്ടതായിരിക്കും. ഇനി അല്ല അതിലെന്തോ ഒരു ഈ കഴിഞ്ഞ അഡ്വൈസിൽ എന്തോ ഒരു ഇത് പറയുന്നുണ്ട്, കഴിഞ്ഞ ഒരു റിസർവ് ഇത് പറയുന്നുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ വലിയ ലെറ്റർ ആണോ എന്നുള്ള ഒരു ഡൗട്ട് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ജസ്റ്റ് നോക്കി വെക്കുക, അതിനായിട്ട് പഠിക്കാൻ ഇരിക്കേണ്ട എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. അതിപ്പോൾ നിങ്ങളെ മെക്കാനിക്കൽ കഴിഞ്ഞ ഇതാണെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ മെക്കാനിക്കൽ ചിലപ്പോൾ ഉണ്ടാവും, മെക്കാനിക്കൽ ഡിപ്ലോമ ഒക്കെ ഡബിൾ ഡിപ്ലോമ ഒക്കെ എടുത്തവരുണ്ടെന്നുണ്ടെങ്കിലും ഇതിലേക്ക് വേണ്ടിയിട്ട് നോക്കണ്ട എന്നുള്ളതാണ് ഒരു ഒപ്പീനിയൻ കേട്ടോ. ഇനി എന്തെങ്കിലും ഡൗട്ട്, ഇതിന്റെ കോഴ്സ് ഇത്രയേ ഉള്ളൂ. NTC മെക്കട്രോണിക്സ് ഉള്ളവർക്ക് എടുക്കാം, മെക്കട്രോണിക്സ് ഉള്ളവർക്ക് എടുക്കാം. പിന്നെ പോളിടെക്നിക് ഡിപ്ലോമ മെക്കട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആണ് പറയുന്നത്. പക്ഷേ അതിന്റെ ഇക്വാലന്റ് ആയിട്ട് നമുക്ക് ബിടെക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഉള്ളവർക്കും കൊടുക്കാം കേട്ടോ. ഡിപ്ലോമ പറ്റില്ല, ബിടെക് പറ്റുള്ളൂ. ബിടെക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഉള്ളവർക്ക്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഉള്ളവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു കോഴ്സാണ് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണുള്ളത്. ഇനി നിങ്ങൾക്ക് ഈ ബിഗ് ലേണിംഗ് ഇതിന് അല്ലെങ്കിൽ ലേണേഴ്സ് അക്കാദമിയിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന കാര്യങ്ങൾ ലൈവ് ആൻഡ് ഓൺലൈൻ റെക്കോർഡഡ് സെഷൻസ് ഉണ്ടായിരിക്കും. ഇതുപോലെ നമുക്ക് ലൈവ് ആയിട്ടുള്ള ക്ലാസ്സുകൾ ഉണ്ടാവും, ഓൺലൈൻ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും, റെക്കോർഡഡ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. അത് നമ്മളെ ഇത് എടുക്കുന്നുണ്ടായിരിക്കും. പിന്നെന്താണ്, അതുപോലെ തന്നെ ഓരോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളെ റെഗുലർ ആയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. പിന്നെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു മെന്റർ സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കും. ഇതെല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാണ്, പ്രൊവൈഡ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് കോഴ്സുകൾ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ പറയാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കോഴ്സ് ഈ ഒരു ഇതിനെടുത്തിട്ട് കേട്ടോ, ഇതിനെ എടുക്കാൻ ഈ ഒരു കോഴ്സിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നോക്കാവുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അതുപോലെ തന്നെ റെഫറൻസ് ബുക്കുകൾ നിമി ടെക്സ്റ്റ് ബുക്ക് ആണുള്ളത്. ആ നിമി ടെക്സ്റ്റ് ബുക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു ഭാഗമാണ് ഞാൻ പറഞ്ഞത്. നമ്മളെ ഭാരത് സ്കിൽസ് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട്. ഭാരത് സ്കിൽസിന്റെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം,
ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഡൗൺലോഡ് ചെയ്ത് എടുക്കാം കേട്ടോ. അതേപോലെ നിങ്ങൾക്ക് എക്സാംസ് ഒക്കെ എഴുതി നോക്കണമെന്നുണ്ടെങ്കിൽ നിമി മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട്. അതിൽ നമുക്ക് കുറെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കാര്യങ്ങളും കിട്ടും. ഈ ഭാരത് സ്കിൽസിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് ക്വസ്റ്റ്യൻസ് അടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും നമ്മളിപ്പോൾ ഇന്ന് പറഞ്ഞ എന്തെങ്കിലും കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ ഒരു ഇതുമായിട്ട് ഈ സെക്ഷനുമായിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, നമുക്ക് സ്റ്റോപ്പ് ചെയ്യാലോ. ഓക്കെ, എല്ലാവരും ഇപ്പം നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം. ഓൾ ദി ബെസ്റ്റ്.